നമസ്തേ. ജനം ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. വയനാട് ദുരന്തത്തിൽ കേരളം വിറങ്ങലിച്ചു നിൽക്കുകയാണ്. സ്കൂൾ കുട്ടികൾ മുതൽ വൃദ്ധർ വരെ ഒറ്റക്കെട്ടായി ഒറ്റ മനസ്സോടെ വയനാടിന് കൈത്താങ്ങാകുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിലുള്ളത്. സർക്കാരും സാലറി ചലഞ്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിനിടയിൽ നവകേരള സദസ്സിന് ക്ഷണക്കത്ത് അച്ചടിച്ച വകയിൽ 7,35,00,000 രൂപ അനുവദിച്ചിരിക്കുകയാണ്. അതോടൊപ്പം സർക്കാർ നേട്ടങ്ങൾ ഇതര സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ തിയേറ്ററുകൾ വഴിയുള്ള പ്രദർശനത്തിന് 18 ലക്ഷം രൂപ വേറെയും. ജനം ഡിബേറ്റ് പരിശോധിക്കുന്നു. ദുരിതത്തിലും ധൂർത്തിന് കുറവില്ലേ? പൊതുജനങ്ങളുടെ സ്വാഭാവിക സംശയം കേസെടുത്താൽ തീരുമോ? ഇന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നവർ സാമ്പത്തിക വിദഗ്ധ ശ്രീമതി ഡോക്ടർ മേരി ജോർജ്, BJP പ്രതിനിധി അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ, ഒപ്പം കേരള ഫോറം അംഗം അഡ്വക്കേറ്റ് KM ഷാജഹാൻ എന്നിവരാണ്. അതിഥികൾക്കും പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഡോക്ടർ മേരി ജോർജ്, കേരളം വലിയൊരു പ്രതിസന്ധിയിലാണ്, വല്ലാത്ത ദുഃഖത്തിലാണ്. പക്ഷേ ഇപ്പോഴും സർക്കാർ ആദ്യം മുതൽക്കേ നടത്തി വന്ന ധൂർത്തിന് കുറവില്ല എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മാറുകയാണ് നവകേരള സദസ്സിനായി ബ്രോഷറും ക്ഷണക്കത്തുമൊക്കെ അച്ചടിച്ച വകയിൽ 10 കോടിയാണ് ആദ്യം അനുവദിച്ചത്. അതിൽ 3 കോടി നൽകിക്കഴിഞ്ഞു. 7 കോടി ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അനുവദിച്ചിരിക്കുകയാണ്. അതുമാത്രമല്ല, ഈ സർക്കാരിൻ്റെ നേട്ടങ്ങൾ മറ്റ് 5 സംസ്ഥാനങ്ങളിലേക്ക് കൂടി ഈ സിനിമാ തിയേറ്റർ മുഖേന വ്യാപിപ്പിക്കുന്നതിനായി 18 ലക്ഷം രൂപ വേറെയും അനുവദിച്ചിട്ടുണ്ട്. ഈ ദുരന്തം നടന്നത് നമുക്കറിയാം 30-ാം തീയതിയാണ്. ഓഗസ്റ്റ് 2-നാണ് ഈ ഓർഡറുകൾ ഇറക്കിയിരിക്കുന്നത്. അങ്ങേയറ്റം അനൗചിത്യം എന്ന് തന്നെ പറയേണ്ടതല്ലേ ഈ അവസരത്തിൽ? അതായത് കേരളീയം, അതുപോലെ നവകേരള സദസ്സ് ഇതൊക്കെ കഴിഞ്ഞ വർഷം നടത്തിയതിൻ്റെ ബാക്കി പത്രമാണ് കേരളത്തിൻ്റെ ധനപ്രതിസന്ധി ഇത്ര രൂക്ഷമായിരിക്കുന്നത്. അങ്ങനെ ധനപ്രതിസന്ധി രൂക്ഷമായത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ കേരളീയം നടത്തിയതുകൊണ്ടോ അല്ലെങ്കിൽ നവകേരള സദസ്സ് നടത്തിയത് കൊണ്ടോ മാത്രമല്ല. ആ കാലഘട്ടങ്ങളിലൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഭരണചക്രം തിരിഞ്ഞതേയില്ല. ഭരണരഹിതമായ ഞാൻ പറയണത് കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. ഞാൻ പറയണത് ലെജിബിളായിട്ട് കേൾക്കാമോ? എനിക്കൊരു കേൾക്കാൻ കഴിയുന്നുണ്ട് ശ്രീമതി മേരി ജോർജ്, തുടരാം. കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഭരണരഹിതമായ ഒരു വർഷം എക്കോ ഉണ്ട്, അതുകൊണ്ടാണ് എനിക്ക് സംശയം തോന്നിയത്. ഓക്കെ. അപ്പോൾ ഈ ഭരണചക്രം തിരിഞ്ഞില്ല എന്നതിൻ്റെ തെളിവാണ് ഈ പ്രാവശ്യത്തെ ബജറ്റ് ഡോക്യുമെൻ്റ് എടുത്തു നോക്കിയാൽ നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ CAG റിപ്പോർട്ട്, അവസാന വട്ട CAG റിപ്പോർട്ട് എടുത്തു നോക്കിയാൽ അതിൽ കാണുന്നതും കഴിഞ്ഞ വർഷത്തെ ഭരണചക്രം തിരിഞ്ഞില്ല എന്നുള്ളതിൻ്റെ തെളിവുകളാണ്. അതായത് കഴിഞ്ഞ വർഷം നവകേരള സദസ്സ് നടത്താൻ വേണ്ടി ഗവൺമെൻറ് എന്താണ് മാർഗം സ്വീകരിച്ചത്? സ്പോൺസർഷിപ്പ് വഴി പണം കളക്ട് ചെയ്യുക. സ്പോൺസർഷിപ്പ്, അതായത് കേന്ദ്ര ഗവൺമെൻറ്റിനെ എല്ലാവരും കുറ്റം പറയാറുണ്ട്, ഇലക്ട്രൽ ബോണ്ട് വഴി പണം സമാഹരിക്കുന്നു എന്ന് പറഞ്ഞ്. അതിൻ്റെ വേറൊരു രൂപമാണ് ഇവിടെ ഇതുപോലെ കഴിഞ്ഞ വർഷം കേരളീയം, അതുപോലെ നവകേരള സദസ്സ് എന്നൊക്കെ പറഞ്ഞ് സ്പോൺസർഷിപ്പ് വഴി പണം കളക്ട് ചെയ്തതും വേറൊരു തരത്തിലുള്ള മണി ലോണ്ടറിങ്, അതായത് കള്ളപ്പണം വെളുപ്പിക്കൽ ഒക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഫലം എന്താണ്? അതിൻ്റെ ഫലം എന്താണെന്ന് അറിയണമെങ്കിൽ ഈ പ്രാവശ്യത്തെ ബജറ്റ് ഡോക്യുമെൻ്റ് നോക്കണം. ബജറ്റ് ഡോക്യുമെൻ്റ് നോക്കിയാൽ അതിനകത്ത് പിരിച്ചെടുക്കാൻ കഴിയാത്ത നികുതി 20,000 കോടി, 19,975 കോടി രൂപയാണ് പിരിച്ചെടുക്കാൻ കഴിയാത്തത്. കാരണം ഈ സ്പോൺസർഷിപ്പിന് ചെല്ലുമ്പോൾ എന്താ ചെയ്യുന്നത്? അതായത് ഓരോ ഇപ്പം ക്വാറി മുതലാളിമാരോട് സ്പോൺസർഷിപ്പ് എടുക്കാൻ പറയുന്നു. അവർ 1 കോടിയുടെ സ്പോൺസർഷിപ്പ് എടുക്കുന്നു, അല്ലെങ്കിൽ 10 കോടിയുടെ എടുക്കുന്നു. അങ്ങനെ ഇതുപോലെ ഓരോ വ്യക്തിയെയും കണ്ട്, ഓരോ വ്യവസായിയെ കണ്ട്, ഓരോ വ്യാപാരിയെ കണ്ട് സ്പോൺസർഷിപ്പ് എടുക്കാൻ നിർബന്ധിക്കുമ്പോൾ അവർ അങ്ങോട്ടും പ്രതീക്ഷിക്കും. അങ്ങനെ പ്രതീക്ഷിക്കുന്നത് നികുതി വെട്ടിക്കാനുള്ള സാധ്യതകളാണ്. അങ്ങനെയാണ് നികുതി ചുമത്തിയിട്ടും പിരിച്ചെടുക്കാനാകാതെ 20,000 കോടിയോളം ബജറ്റ് ഡോക്യുമെന്റ് തന്നെ നമുക്ക് കാണിച്ചു തരുന്നത്.
അപ്പൊ അത് മാത്രവുമല്ല, സമസ്ത മേഖലകളും നമുക്കിപ്പോൾ നമ്മുടെ മെഡിക്കൽ മേഖല നോക്കാം, ആരോഗ്യരംഗം നോക്കാം. ആരോഗ്യരംഗം സ്തംഭനത്തിലാണ്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ രംഗം, അതായത് ആദിവാസി കുട്ടികൾക്ക് സ്കോളർഷിപ്പിനുള്ള പൈസ ഇല്ല, അവർക്കുള്ള ഫീസ് കൺസെഷൻസ് ഇല്ല, അവരവരുടെ പിന്നെ ഹോസ്റ്റലുകൾ വിട്ട് വീട്ടിലേക്ക് പോയി പഠിത്തം നടക്കാതെ പോയിരിക്കുന്നു. അതായത് ഏത് മേഖലയിൽ നോക്കിയാലും അവിടെയെല്ലാം ഭരണമില്ലായ്മയുടെ സ്തംഭനം ആണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇതൊക്കെയാണോ കേരളത്തെ ഷോക്കേസ് ചെയ്യുന്ന രീതി എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇനി ഇപ്പോഴത്തെ കാര്യം എടുക്കുകയാണെങ്കിൽ, അതായത് ഗവൺമെന്റ്, അതായത് 3 ഗ്രാമങ്ങളാണ് വയനാട് ജില്ലയിലെ ഉരുൾപൊട്ടലിൽ തകർന്ന് തരിപ്പണമായിരിക്കുന്നത്. അവിടുത്തെ ജനങ്ങൾ മാത്രമല്ല, അവരുടെ ദീനരോധനം കാണുന്നവര്, അവരുടെ മാനസിക വ്യഥ കാണുന്നവര്, അവര് പോലും പൊട്ടിക്കരഞ്ഞു പോവും. അത്തരം ഒരവസ്ഥയാണ്. അങ്ങനെയുള്ള ഒരവസ്ഥയില് വീണ്ടും കേരളീയമോ നവകേരള സദസ്സോ നടത്താൻ വേണ്ടി ഈ ഗവൺമെന്റ് എന്തെങ്കിലും ശ്രമം നടത്തുന്നുവെങ്കിൽ അതിനെ നിരുത്തരവാദിത്തം എന്ന് മാത്രമേ പറയാൻ പറ്റൂ. പക്ഷേ സാലറി ചാലഞ്ച് നടത്തട്ടെ, അതിനോട് ഞാൻ അനുകൂലിക്കുന്നു. കാരണം സാലറി ചാലഞ്ച് വഴിയായിട്ട് സർക്കാർ ജീവനക്കാർ എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലും സ്വസ്ഥത അനുഭവിക്കുന്ന ഒരു കൂട്ടം ജനമാണ്, ഞാൻ അടക്കം. അതായത് സർക്കാർ ജീവനക്കാര്, പെൻഷൻ പറ്റിയവര്, അവർക്കൊക്കെ കൃത്യമായിട്ട് ജീവനക്കാർക്ക് ശമ്പളമുണ്ട്, പെൻഷൻകാർക്ക് പെൻഷനുണ്ട്. അപ്പോൾ അവർക്ക് ജീവിതത്തിൻ്റെ, അതായത് വിലക്കയറ്റം ഉണ്ടായാൽ അതിൻ്റെ വലിയ കെടുതികൾ അനുഭവിക്കേണ്ടി വരില്ല, ഉരുൾപൊട്ടൽ ഉണ്ടായാൽ അതിൻ്റെ വലിയ കെടുതി അനുഭവിക്കേണ്ടി വരില്ല. അങ്ങനെയുള്ള ഒരു കൂട്ടരാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സാലറി ചാലഞ്ച് എന്ന് പറഞ്ഞ 5 ദിവസം സാലറി കളക്ട് ചെയ്യുന്നു. നമ്മൾ ഓർക്കണം, 2018 പ്രളയത്തിൽ നമ്മൾ 1 മാസത്തെ ശമ്പളമാണ് പിടിച്ചത്, 1 മാസത്തെ പെൻഷനാണ് ഞങ്ങളൊക്കെ സറണ്ടർ ചെയ്ത് കൊടുത്തത്. അപ്പം അത് നല്ല ഒരു പരിപാടിയാണ്. അതായത് ഇങ്ങനെ സാലറി ചാലഞ്ച് കൊണ്ടുവരുന്നത്, അതിനോട് ജീവനക്കാരും പെൻഷൻകാരും എല്ലാവരും വളരെ നല്ല അനുകൂല നിലപാട് സ്വീകരിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ആ പണം കൈയിട്ട് വാരാതെ കൃത്യമായും അത് അർഹിക്കുന്നവരുടെ കരങ്ങളിലേക്ക്, അവരുടെ ആശ്വാസത്തിന്, അവരുടെ പുനരധിവാസത്തിന്, അവരെ വീണ്ടും ആ നാട് കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി പ്രയോജനപ്പെടുത്തണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതെ, ശ്രീ പത്മനാഭൻ, ഇവിടെ വയനാടിനായി സംഭാവന നൽകുന്നതിൽ ആർക്കും എതിർപ്പില്ല. എല്ലാവരും ഒറ്റ മനസ്സോടുകൂടി തന്നെയാണ് വയനാടിൻ്റെ പുനരധിവാസത്തിനായി ചേർന്ന് പ്രവർത്തിക്കുന്നത്. അതിനായി നമ്മൾ കണ്ടതാണ്, വാർത്തകളിലടക്കം കാണുന്നുണ്ട്, കൊച്ചുകുട്ടികൾ മുതൽ വൃദ്ധർ വരെ സമഗ്ര സംഭാവന തന്നെയാണ് നൽകുന്നത്. പക്ഷേ അതിനിടയിലും സർക്കാരിൻ്റെ ധൂർത്താണ് ഏറെ അപലപനീയമെന്ന് പറയേണ്ടത്. കാരണം നവകേരള സദസ്സിനായി ക്ഷണക്കത്തും ബ്രോഷറും അച്ചടിച്ച വകയിലാണ് ഓഗസ്റ്റ് 2-ാം തീയതി 7 കോടി സിയാപ്റ്റിന് അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിറക്കിയത്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ അതുമാത്രമല്ല, കേരള സർക്കാരിൻ്റെ നേട്ടങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ വ്യാപിപ്പിക്കുന്നതിൻ്റെ ഫലമായി തിയേറ്ററുകളിലൂടെ പരസ്യമായി പ്രദർശനം നടത്തുന്നതിന് വേണ്ടി 18 ലക്ഷം രൂപ വേറെയും ആദ്യഘട്ടത്തിൽ അനുവദിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ ഓർഡർ ഇറങ്ങുന്നതിന് മുൻപ് അല്പമൊന്ന് തിരിഞ്ഞ് ചിന്തിക്കാവുന്നതല്ലേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം വയനാടിനായി കേരള ജനത മുഴുവൻ കൈകോർക്കുമ്പോൾ ഒരുപക്ഷെ സാധാരണക്കാരായവർ വരെ ഇതിനായി ഫണ്ടിലേക്ക് ഉദാര സംഭാവന നൽകുമ്പോൾ ഈ ഒരു ധൂർത്തിൽ നിന്നും തൽക്കാലം മാറി നിൽക്കാം, അല്ലെങ്കിൽ ധനപ്രതിസന്ധി മാറിക്കഴിഞ്ഞതിന് ശേഷമാകാം തുടർന്നുള്ള ധൂർത്തുകൾ എന്നെങ്കിലും ചിന്തിക്കത്തക്കവണ്ണം എന്തുകൊണ്ട് സർക്കാർ തയ്യാറാകുന്നില്ല? ഞാൻ മനസ്സിലാക്കുന്നത് CPM-നെ ഒരു ബംഗാൾ ഫോബിയ അല്ലെങ്കിൽ ത്രിപുര ഫോബിയ ബാധിച്ചിരിക്കുകയാണ്. ഇത് തങ്ങളുടെ അവസാനത്തെ ഭരണമാണോ എന്ന് അവർക്കൊരു ഭയം പിടികൂടിയിട്ടുണ്ട്. അങ്ങനെ സംഭവിച്ചൊരു സാഹചര്യത്തിൽ ഇത്തവണത്തെ ഭരണത്തോടു കൂടി പരമാവധി പണം സമാഹരിക്കുക, അത് വ്യക്തിപരമായിട്ടും പാർട്ടി ഫണ്ടിലേക്കും ഏതർത്ഥത്തിലാണെങ്കിലും പരമാവധി പണം സമാഹരിക്കുക എന്നൊരൊറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പൊ CPM-ഉം സർക്കാരും മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, ഇൻവിറ്റേഷന് 7 കോടി രൂപ കൊടുത്ത ആ ഇൻവിറ്റേഷൻ അടിക്കാൻ എത്ര ചെലവായിട്ടുണ്ടാവും എന്നൊക്കെ നമുക്കറിയാം, ഊഹിക്കാവുന്നേ ഉള്ളൂ. കാരണം ഞാൻ ഈ നവകേരള സദസ്സ് നടക്കുമ്പോൾ തിരുവനന്തപുരത്ത് കൂടി അത് കണ്ടിട്ടുണ്ട്. ഈ എന്തിനാ അത് നടത്തിയെന്ന്
അവിടെ കൂടി നിൽക്കുന്ന ജനങ്ങൾക്കും അറിയില്ല, അത് കാണാൻ പോയവർക്കും അറിയില്ല, നടത്തിയവർക്കും അറിയില്ല. അതിന് മുന്നേ റോഡിലൂടെ നടന്നുപോയ എനിക്ക് മനസ്സിലായിട്ടില്ല. എന്ത് ഗുണമാണ് കേരളത്തിൽ ഉണ്ടായത്? കേരളത്തിലേക്ക് ഒരു പുതിയ നിക്ഷേപം കൊണ്ടുവരാൻ ഈ പരിപാടികൾ കൊണ്ട് എന്തെങ്കിലും സാധിച്ചിട്ടുണ്ടോ? കേരളത്തിലേക്ക് തൊഴിൽ നൽകുന്ന വ്യവസായങ്ങളോ സംരംഭങ്ങളോ വരുന്നുണ്ടോ? ഒരു കാലത്ത് കേരളത്തിനെ താങ്ങി നിർത്തിയ പ്രവാസികളുടെ വരുമാനം കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. കാരണം ഗൾഫ് ഉപേക്ഷിച്ച് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും കാനഡയിലേക്കും അമേരിക്കയിലേക്കും ഓസ്ട്രേലിയയിലേക്കും ഒക്കെ മലയാളി കുടിയേറാൻ തുടങ്ങിയിരിക്കുന്നു. അവിടെ നിന്നൊന്നും പൈസ വരാൻ പോകുന്നില്ല. കാരണം ഒന്നാമത്തെ അവിടുത്തെ ജീവിത ചെലവ് വെച്ചിട്ട് അയക്കാനൊന്നും ഉണ്ടാവില്ല. മാത്രവുമല്ല, പോകുന്ന ആളുകൾ തിരിച്ചു വരണം എന്ന ഉദ്ദേശത്തോടു കൂടി പോകുന്നവരുമല്ല. 17-18 വയസ്സായി +2 വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടാണ് കുട്ടികൾ പോകുന്നത്. അപ്പോ കേരളത്തിന് വലിയ ഒരു എന്താ പറയാ ഒരു നാടുകടക്കൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഒരു പുതിയ സംരംഭം കൊണ്ടുവരാനുള്ള ഒരു തരത്തിലുള്ള നയപരിപാടിയും കേരളത്തിൽ നടപ്പാക്കാൻ പറ്റാത്ത ഒരു സർക്കാർ, അടിക്കടി ഉണ്ടാവുന്ന പ്രകൃതി ദുരന്തങ്ങൾ, അതുപോലെ തന്നെ മറ്റു പ്രശ്നങ്ങൾ, സർക്കാരിന്റെ വരുമാനത്തിലെ കടുത്ത പോരായ്മ, സർക്കാരിന്റെ ചെലവുകൾ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ. ഈ ഒരു സാഹചര്യത്തിൽ ഈ മുഗൾ ഭരണത്തിന്റെ അവസാന കാലഘട്ടത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ദിവസവും എന്താ പറയാ കവി സമ്മേളനങ്ങളും നൃത്ത സദസ്സുകളും ഒക്കെ ആയിരുന്നു അത്ര. ബഹദൂർ ഷാ എന്ന് പറയുന്ന മുഗൾ രാജാവ് ദിവസവും ആഘോഷങ്ങളായിരുന്നു. അങ്ങനെ ആ ബഹദൂർ ഷാന്റെ കാലത്തോടു കൂടി മുഗൾ ഭരണം അവസാനിച്ചു. അതുപോലെ ഇവിടെ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. ഈ ആഘോഷങ്ങൾ നടക്കുന്നത് എന്തിന്റെ ഇടയിലാണ്? പ്രളയത്തിന്റെ ഇടയിൽ, കോവിഡിന്റെ ഇടയിൽ, മണ്ണിടിച്ചിലിന്റെ ഇടയിൽ. കാരണം 2020 ഇടുക്കിയിൽ ഏതാണ്ട് 55-60 ആൾക്കാർ പോയി. അതിന് ശേഷം ഇവിടെ പുത്തുമലയില് 10-17 പേര് പോയി. ഇപ്പൊ അതാ 500 കടന്നിരിക്കുന്നു. കാരണം 400ഓളം ആൾക്കാർ മരണപ്പെട്ടു, മൃതശരീരങ്ങൾ കിട്ടി, 100 ചില്ലാന ആളുകളെ കാണാനില്ല. അപ്പൊ ഒരു 500ഓളം ആളുകൾ, 500-550 ആളുകൾ പോയി. ഇവരുടെ വീടുകൾ പോയി, അവിടുത്തെ സംവിധാനങ്ങൾ മുഴുവൻ പോയി. ഇതൊക്കെ പുനർനിർമ്മിക്കണമെങ്കിൽ ആ പ്രദേശത്ത് പുനർനിർമ്മിക്കാൻ പറ്റുമോ എന്നുള്ളത് വേറെ കാര്യം. ഇത് വേറെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇവരെ താമസിപ്പിക്കാനുണ്ടാവുന്ന ബാധ്യത, ഇതിനു വേണ്ടി വരുന്ന അധ്വാനം, കാലതാമസം, ഇത് നമ്മുടെ ഇൻകത്തിൽ, അതായത് വയനാടിന്റെ ഒരു വരുമാനത്തിൽ ഉണ്ടാവുന്ന വലിയ ഇടിവ്. കാരണം ടൂറിസം വലിയൊരു വിഷയമാണ് വയനാട്ടിൽ. അത് ഗണ്യമായി കുറയാൻ പോവുകയാണ്. കാരണം ഇനി മലമുകളിലെ റിസോർട്ടുകളിലേക്കൊന്നും പോകാൻ ആളെ കിട്ടൂല. ഇങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങളുടെയും ഇടയിൽ നാട്ടുകാരോട് പിരിക്കുക, കിട്ടാവുന്നിടത്തൊക്കെ സംഭാവന വാങ്ങിക്കുക, എന്നിട്ട് ആ പൈസ വെച്ചിട്ട് ഇതൊക്കെ ചെയ്യാമെന്ന വ്യാമോഹത്തിലാണ് മുന്നോട്ട് പോകുന്നത്. സർക്കാരിന്റെ ഭാഗത്തു നിന്നും യാതൊരു നിയന്ത്രണവുമില്ലാത്ത ചെലവുകൾ വേറൊരു ഭാഗം. ഞാൻ പറഞ്ഞില്ലേ, CPM വലിയ പ്രതിസന്ധിയിലാണ്. ശ്രീ KM ഷാജഹാൻ, ഇവിടെ സർക്കാരിനെ വിമർശിക്കാൻ പാടില്ല. ചോദ്യം ചെയ്യൽ നടത്തുന്നവരെയൊക്കെ, അവർക്കെതിരെയൊക്കെ കേസെടുക്കും. എന്തായാലും വയനാട് ദുരന്തത്തിൽ കേരളം ഇങ്ങനെ വിറങ്ങലിച്ച് നിൽക്കുമ്പോഴും നമ്മൾ ഇത്രയധികം ചർച്ച ചെയ്ത ഈ സർക്കാരിൻ്റെ ധൂർത്ത് അനുസ്യൂതം തുടരുന്നു എന്നതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമായി തന്നെയാണ് ഈ സർക്കാർ ഉത്തരവ് മാറിയിരിക്കുന്നത്. ഇതിൽ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കാഴ്ചപ്പാടാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഞാനിപ്പോൾ നോക്കുകയായിരുന്നു. അതായത് 2000 ചില്ലുവാനം ചതുരശ്ര കിലോമീറ്ററാണ് വയനാടിൻ്റെ വിസ്തൃതി. ആ വയനാടിന് 2100 ചില്ലുവാനം ചതുരശ്ര കിലോമീറ്ററുള്ള വയനാട്ടിൽ 2020 വന്ന ഒരു ശാസ്ത്രീയ പഠനമനുസരിച്ച് ഏതാണ്ട് 446 ചതുരശ്ര കിലോമീറ്ററും തീവ്ര ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശമാണ് എന്നാണ് ആ പഠനം പുറത്തുകൊണ്ടിരുന്നത്. അതായത് വയനാടിൻ്റെ മൊത്തം വിസ്തൃതിയിൽ 21% സ്ഥലവും തീവ്ര ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശമാണ് എന്നുള്ള ഒരു ശാസ്ത്രീയ പഠനം ഞാനിന്ന് പരിശോധിക്കുകയായിരുന്നു. ഇപ്പം വയനാട്ടിലുണ്ടായിട്ടുള്ള സംഭവം എന്താ? യഥാർത്ഥത്തിൽ വയനാട്ടിലുണ്ടായ സംഭവം എന്ന് പറയുന്നത് തീവ്രമായ മഴ കൊണ്ട് അവിടെ ഉരുൾപൊട്ടലുണ്ടായി, അവിടെ കുറേ ആളുകൾ മരിച്ചു എന്നുള്ളതല്ല. ഇപ്പം ചർച്ച മുഴുവൻ നടക്കുന്നത് അങ്ങനെയാണ്. അതിതീവ്ര മഴ പെയ്തു, മഴ പെയ്തപ്പോഴത്തേക്കും അവിടെ ഉരുൾപൊട്ടലുണ്ടായി,
കുറേ ആളുകൾ മരിച്ചു എന്നുള്ളത്. അതല്ല യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചിരിക്കുന്നത്. അവിടെ അതിതീവ്ര മഴ പെയ്തു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അതിതീവ്ര മഴ പെയ്ത സമയത്തും മനുഷ്യൻ്റെ ഭൂമിയിലുള്ള വിവേചനരഹിതമായിട്ടുള്ള ഇടപെടൽ കൊണ്ടാണ് ആ അതിതീവ്ര മഴയുടെ പ്രത്യാഘാതം ഇത്ര അതീവ ഗുരുതരമായതും ഇത്രയധികം ആളുകൾ മരിച്ചതും എന്നുള്ളത് ഒരാളും ചർച്ച ചെയ്യുന്നില്ല. അവിടുത്തെ വിവേചനരഹിതമായിട്ടുള്ള ടൂറിസം വികസനം, അവിടുത്തെ വിവേചനരഹിതമായിട്ടുള്ള പ്രവർത്തിക്കുന്ന പാറമടകൾ, അവിടെ വിവേചനരഹിതമായി നടന്നിട്ടുള്ള റോഡ് നിർമ്മാണം, ഇതിൻ്റെയൊക്കെ ഭാഗമായി ഭൂമിയിൽ മനുഷ്യൻ്റെ ഇടപെടൽ കൊണ്ടുണ്ടായ മാറ്റത്തിൻ്റെ അതിഭീകരമായിട്ടുള്ള പ്രത്യാഘാതമാണ് അവിടെ നടന്നിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ 7-8 ദിവസം ആയിട്ടുള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ടത് 2018 മഹാപ്രളയത്തിൽ കേരളത്തിൽ ഒട്ടാകെയാണ് 400 ചില്ലാനം ആളുകൾ മരിച്ചതെങ്കിൽ ഇന്ന് വയനാട്ടിലെ 1-2 പഞ്ചായത്തുകളിൽ മാത്രം 400 ചില്ലാനം ആളുകൾ മരിച്ചിരിക്കുന്നു. 130 ചില്ലാനം ആളുകളെ കാണാനുമില്ലാത്ത ഒരവസ്ഥ ഇന്ന് നിലനിൽക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെ ഈ പറഞ്ഞതുപോലെ വിവേചനരഹിതമായിട്ടുള്ള ഇടപെടലാണ് യഥാർത്ഥത്തിൽ ഈ ഇത്രയും അതിതീവ്ര മഴ ഉണ്ടായപ്പോഴത്തേക്കും ഈ മരണസംഖ്യ ഉണ്ടാവേണ്ടതിൻ്റെ ഒരു 100 ഇരട്ടി വർദ്ധിപ്പിച്ചത് എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള വസ്തുത. അവിടുത്തെ ദുരന്തത്തിൻ്റെ കഥകൾ, അവിടുത്തെ ദുരിതത്തിൻ്റെ കഥകൾ, അവിടുത്തെ ജനങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ടതിൻ്റെ കഥകൾ കഴിഞ്ഞ 7-8 ദിവസമായി കണ്ട് മനസ്സ് മരവിച്ചിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടിയുടെ, ഒരു സ്ത്രീയുടെ മോതിര വിരൽ മാത്രം ഉള്ള ഇത് കണ്ടിട്ട് ഒരു കൈയും കണ്ടിട്ട് ആ കൈയുടെ നോക്കി പൊട്ടിക്കരയുന്ന മനുഷ്യർ മുതൽ നമ്മൾ കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായി കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ലാത്ത അത്ര വിങ്ങലിലും ആശങ്കയിലും മനോവ്യഥയിലുമാണ് നമ്മൾ കേരളത്തിലുള്ളവർ കഴിയുന്നത്. അങ്ങനെ കഴിയുന്ന സമയത്ത്, അങ്ങനെ അത്രയും വലിയ മനോവ്യഥയിൽ കഴിയുന്ന സമയത്ത് ഒരു ഭരണകൂടത്തിന് ഈ പറഞ്ഞ പോലെ ക്ഷണക്കത്തടിക്കാൻ 7 കോടി രൂപ അനുവദിക്കാൻ എങ്ങനെ കഴിഞ്ഞു എന്നുള്ളത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. എന്തെങ്കിലും തലയ്ക്ക് വെളിവുള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും കോമൺ സെൻസ് ഉള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും യുക്തിഭദ്രമായി ചിന്തിക്കുന്ന ഒരു ഭരണകൂടമാണെങ്കിൽ ഇത്രയും ആളുകൾ ഇവിടെ മരിച്ചിരിക്കുന്നു, ഇത്രയേറെ മനോവ്യഥയിൽ ജനങ്ങൾ ഇവിടെ കഴിയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ യാതൊരു ഗുണവും ഉണ്ടാകാത്ത ഒരു പരിപാടിക്ക് ക്ഷണക്കത്തടിക്കാൻ 7 കോടി രൂപ അനുവദിച്ചാൽ അതുണ്ടാക്കുന്ന വിമർശനം, ഭരണകൂടത്തിനെതിരായിട്ടുണ്ടാക്കുന്ന വിമർശനം, ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്ന പ്രതിഷേധം അതെത്ര വലുതായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കാൻ സാമാന്യ യുക്തിയുള്ള ഒരു ഭരണകൂടത്തിന് കഴിയും. സാമാന്യ യുക്തിയുള്ള. ഇപ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, 7 കോടി രൂപ ക്ഷണക്കത്തടിക്കാൻ. ഈ ക്ഷണക്കത്തടിക്കുന്ന എന്താ, വല്ല സ്വർണ്ണ പ്ലേറ്റിലാണോ പിന്നെ ക്ഷണക്കത്തടിക്കുന്നത്? അല്ലെങ്കിൽ ഇതെന്താ ഒരു അംബാനിയുടെ ക്ഷണക്കത്ത് സംബന്ധിച്ച് ഇന്നൊരു റീല് കണ്ടിരുന്നു. ഇതെന്താ അംബാനിയുടെ വല്ല പരിപാടി വല്ലതാണോ? ഇത് സാധാരണ പേപ്പറിലടിക്കുന്ന ക്ഷണക്കത്തല്ലേ ഈ ക്ഷണക്കത്ത്. അതിന് ഈ 7 കോടി രൂപയുടെ യുക്തി എന്താണ് നമുക്ക് മനസ്സിലാവുന്നില്ല. 10 കോടിയാണ്, 3 കോടി നേരത്തെ അനുവദിച്ചു. അതെ. അപ്പോൾ ഇത് ഞാനീ പറഞ്ഞത്, ഇത്രയും വലിയൊരു ദുരന്തം കേരളം കണ്ടിട്ടില്ലാത്ത അത്ര അതിഭീകരമായിട്ടുള്ളൊരു ദുരന്തത്തിൽ നാട് വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ 7 കോടി അല്ലെങ്കിൽ 10 കോടി രൂപ മുടക്കി ക്ഷണക്കത്തടിച്ചതിൻ്റെ ക്ഷണക്കത്തടിക്കുകയും അതിൻ്റെ പണം ഈ ആളുകൾ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ അനുവദിക്കുകയും ചെയ്യുന്നത് സാധാരണ യുക്തിയുള്ള ഒരു ഭരണകൂടം ചെയ്യുന്നതല്ല. പക്ഷേ കേരളത്തിലെ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ആളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഏകാധിപത്യ ഭരണത്തിന് കീഴിൽ നമ്മൾ കോമൺ സെൻസ് ഇവിടുത്തെ സ്റ്റേറ്റിലുണ്ടാകും എന്ന് നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് കോമൺ സെൻസ് ഇല്ല എന്ന ആളുകൾ പറയില്ലേ. അപ്പോൾ അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഈ ഗവൺമെൻറ്റിൽ നിന്ന് ഇതുണ്ടായതിൽ നിന്നും എനിക്ക് യാതൊരു അത്ഭുതവും എനിക്ക് തോന്നുന്നില്ല. ഞാനൊരു ചെറിയ കാര്യം കൂടെ പറഞ്ഞു തന്നത്, ഇപ്പോൾ ദുരിതാശ്വാസത്തെക്കുറിച്ചിട്ട് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദുരിതാശ്വാസ നിധി, ഞാൻ ദുരിതാശ്വാസ നിധിയുടെ ആദ്യത്തെ 5 ദിവസത്തെ കണക്കുകളെടുത്ത് പരിശോധിച്ചു. 70 കോടി രൂപയാണ് കിട്ടിയതായിട്ടാണ് പത്രത്തിൽ വന്ന കണക്കുകളിൽ നമുക്ക് മനസ്സിലാകുന്നത്.
അതിൽ 51% നൽകിയിട്ടുള്ളത് 5-6 ശതകോടീശ്വരന്മാരാണ്. 5 കോടി രൂപ യൂസുഫ് അലി നൽകിയിരിക്കുന്നു, 5 കോടി രൂപ രവിപിള്ള നൽകിയിരിക്കുന്നു, 5 കോടി രൂപ അദാനി നൽകിയിരിക്കുന്നു, 5 കോടി രൂപ PCN മേനോൻ നൽകിയിരിക്കുന്നു. അപ്പോൾ 70 കോടി രൂപയിൽ 20 കോടി രൂപയായി. ഇതാരാ നൽകിയിരിക്കുന്നത്? ഇത് ഏറ്റവും വലിയ ശതകോടീശ്വരന്മാരാണ്. അവർക്കെതിരെ എല്ലാം പരിസ്ഥിതി ലംഘനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗുരുതരമായ ആരോപണങ്ങളുള്ളതാണ്. ലുലുവിനെതിരെ ആരോപണങ്ങളുള്ളതാണ്, രവി പിള്ളയ്ക്കെതിരെ ആരോപണങ്ങളുള്ളതാണ്, PCN മേനോനെതിരെ ആരോപണങ്ങളുള്ളതാണ്. അപ്പോൾ പരിസ്ഥിതി ലംഘിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോപണങ്ങൾക്ക് വിധേയമായിട്ടുള്ള ശതകോടീശ്വരന്മാരാണ് ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കുന്നത്. പിന്നെ ഒരു 10 കോടി രൂപ കൊടുത്തിരിക്കുന്നത് കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. 5 കോടി രൂപ കൊടുത്തിരിക്കുന്നത് സ്റ്റാലിനാണ്. വേറൊരു 5 കോടി രൂപ കൊടുത്തിരിക്കുന്നത് ഓർത്തഡോക്സ് സഭയാണ്. അതിനകത്ത് ഞാൻ മഷിയിട്ട് നോക്കിയിട്ട് സാധാരണക്കാരെ ആയിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ വിരലിൽ എണ്ണാവുന്നവരെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ദുരിതാശ്വാസ നിധിയുടെ അവസ്ഥ. എന്നിട്ട് ആ ദുരിതാശ്വാസ നിധി സുതാര്യമായിട്ടല്ല ചെലവഴിക്കുന്നത് എന്ന് പറയുന്നവർക്കെതിരെ കേസെടുക്കാനാണ് ഈ ഗവൺമെന്റിന് താല്പര്യം. അതെ, വിമർശിക്കാൻ പാടില്ല, ഏതെങ്കിലും രീതിയിൽ ചോദ്യം ചെയ്താൽ ഉടൻ നടപടി എന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത്. ശ്രീമതി മേരി ജോർജ്, കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് നീങ്ങുന്നത്. അനുദിനം അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ശമ്പളം നൽകാൻ പൈസയില്ല, ക്ഷേമ പെൻഷനുകൾ നൽകുന്നില്ല, മുടങ്ങിക്കിടക്കുന്നു. കുട്ടികളുടെ വിദ്യാഭ്യാസം, ഉച്ചഭക്ഷണ വിതരണം, പരീക്ഷാ നടത്തിപ്പ്, ഇവയ്ക്കൊന്നും കാശില്ലാത്ത അവസ്ഥ. അതുമാത്രമല്ല, ആരോഗ്യ മേഖലയിൽ പോലും ഈ ധനപ്രതിസന്ധി കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട്. പല മെഡിക്കൽ കോളേജുകളിലും ശസ്ത്രക്രിയകളടക്കം മുടങ്ങുന്നു. ഇതൊക്കെ സർക്കാർ ഇങ്ങനെ പെരുപ്പിച്ച് കാണിക്കുന്നുണ്ട്. ഓരോ പ്രാവശ്യവും മുണ്ടു മുറുക്കി ഉടുക്കണം, കേന്ദ്രം തങ്ങളെ ഞെരുക്കുന്നത് കൊണ്ടാണ് ഈ പ്രതിസന്ധി എന്നൊക്കെ പറയുമ്പോഴാണ് ഒരു വലിയ ദുരന്തം കേരളത്തെ അപ്പാടെ വിഴുങ്ങിയത്. അവിടെയും കേരള ജനത ഒറ്റക്കെട്ടായി നിന്നു. ഒരു സംശയത്തിൻ്റെ സാഹചര്യവും ഉണ്ടാക്കാതെ എല്ലാവരും CMDRFിലേക്ക് സംഭാവന ചെയ്യാൻ തയ്യാറായി. പക്ഷേ അപ്പോഴും ചില സംശയങ്ങൾ ഉയരുന്നുണ്ട്. കാരണം എപ്പോഴും ധനപ്രതിസന്ധി പറയുന്ന സർക്കാരിന് അവരുടെ കാര്യങ്ങൾക്ക്, പ്രത്യേകിച്ച് പാർട്ടിക്ക് ആവശ്യമായ PR വർക്കുകൾക്കും അതോടൊപ്പം സർക്കാരിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾക്കുമൊക്കെ കൃത്യമായി പണം വിനിയോഗിക്കാൻ ധനവകുപ്പ് പാസ്സാക്കുന്നുണ്ട്. എവിടെയെങ്കിലും ക്ഷേമ പെൻഷനുകൾ മുടങ്ങുമ്പോൾ മാത്രം തങ്ങൾക്ക് വലിയ ധനപ്രതിസന്ധിയാണ് എന്ന് പറയുന്നു. ഇപ്പോൾ ഇത്രയധികം ദുരിതം നേരിടുമ്പോഴും ഈ ബ്രോഷർ അടിക്കുക, ക്ഷണക്കത്തച്ചടിക്കുന്ന വകയിലാണ് 7 കോടി മാറ്റിവെച്ചിരിക്കുന്നത്. ആ 7 കോടി എവിടെ നിന്ന് എന്നുള്ള ഒരു സാമാന്യ ചോദ്യം പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയില്ലേ? അതായത് എനിക്ക് തോന്നുന്നത് ഇതിന് ഈ ഫണ്ട് ഒരു തരത്തിലും മറ്റു മേഖലകളിലേക്ക് ചെലവഴിച്ചു പോകാതിരിക്കാൻ, വകമാറ്റി ചെലവഴിക്കാതിരിക്കാനായിട്ട് കർശനമായ നടപടികൾ എടുക്കണം. അതായത് എൻ്റെ അഭിപ്രായം, ഒരു കമ്മിറ്റി ഫോം ചെയ്യണം. അതിൽ ഭരണപക്ഷത്ത് നിന്നുള്ള പ്രഗത്ഭരും പ്രതിപക്ഷത്ത് നിന്നുള്ള പ്രഗത്ഭരും 50-50% വെച്ച് ഉണ്ടായിരിക്കണം. അതുമാത്രവുമല്ല, ഈ 3 ഗ്രാമങ്ങൾ ഒലിച്ചു പോയത് ശരിക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തന്നെയാണ്. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് സ്ഥാപിക്കപ്പെട്ട ഗവൺമെൻറ്റുകളാണ്. അവരുടെ ആ ഗ്രാമങ്ങളുടെ അധികാരമുള്ളവരാണ്, ഭരണകർത്താക്കളാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട്, അതായത് സംസ്ഥാന ഗവൺമെൻറ്റിനും യൂണിയൻ ഗവൺമെൻറ്റിനും ഉള്ളതുപോലെ ഉള്ള അവകാശം തന്നെയാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും അവരുടെ പരിധിക്കകത്തുള്ളത്. പക്ഷേ അവർ ആ പരിധിക്കകത്ത് നിന്നുകൊണ്ട് തന്നെ കേന്ദ്രത്തെയും സംസ്ഥാനത്തെയും കണക്കിലെടുത്ത്, മാന്യതയിലെടുത്ത് അവരുടെ അഭിപ്രായങ്ങൾ അംഗീകരിച്ചു കൊണ്ട് തന്നെ മുൻപോട്ട് പോകണം. അപ്പോൾ എന്താണ്, ഇങ്ങനെ ഒരു കമ്മിറ്റി ഫോം ചെയ്യുമ്പോൾ ആ കമ്മിറ്റിയിലെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുള്ളവരും അത്യാവശ്യമായിട്ട് ഉണ്ടായിരിക്കണം, അതിലെ ശക്തരായ പ്രതിനിധികൾ. എന്നിട്ട് ഈ പിരിച്ചെടുക്കുന്ന ഫണ്ട് 100% ഈ പറയപ്പെട്ട മാറ്റപ്പെട്ട ഈ 3 ഗ്രാമങ്ങളുടെ പുനർനിർമ്മിതിക്ക് വേണ്ടി, ആ ഗ്രാമങ്ങൾ അവിടെ പുനർനിർമ്മിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ കണ്ടതാണ്, കടലെടുത്ത് പോകുന്നത് പോലെയാണ് പോയിരിക്കുന്നത്. അപ്പൊ ഇനി അതേ സ്ഥാനത്ത് ആ ഗ്രാമങ്ങൾ പുനർനിർമ്മിക്കുക അസാധ്യമാണ്. വേറെ ടൗൺഷിപ്പോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഈ പറയുന്നതുപോലെ ഹാരിസൺ മലയാളത്തിന്റെ തന്നെ പ്രോപ്പർട്ടി
ഗവൺമെന്റിന് അക്വയർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ അക്വയർ ചെയ്ത് ആ പ്രോപ്പർട്ടിയിലെ ഈ ഗ്രാമങ്ങളെ പുനർനിർമ്മിക്കുമ്പോൾ ഇതിനു വേണ്ടി കളക്ട് ചെയ്യുന്ന ഫണ്ട്, ഇപ്പൊ നേരത്തെ ശ്രീ പത്മനാഭനാണെന്ന് തോന്നുന്നു പറഞ്ഞത് 70 കോടിയുടെ കണക്ക് പുള്ളി തന്നെ കൂട്ടിയെന്ന്. 70 കോടിയാകട്ടെ, ഇനി അത് 700 കോടിയായിട്ട് വർദ്ധിച്ചു എന്നിരിക്കട്ടെ, അത് ആവശ്യമാണ്. ഒരു 3 ഗ്രാമങ്ങളുടെ പുനർനിർമ്മിതിക്ക് വലിയ ഫണ്ട് തന്നെ ആവശ്യമാണ്. അപ്പൊ അങ്ങനത്തെ ഫണ്ട് ഉപയോഗിച്ച് ആ നിർമ്മിതി നടത്തണം, അത് നടത്തിയേ തീരൂ എന്ന ഉറച്ച തീരുമാനത്തോടു കൂടി മുൻപോട്ട് പോകുന്ന ഒരു സമിതി, ആരും കൈയിട്ട് വാരാത്ത ഒരു സമിതി, ആ സമിതി പ്രവർത്തിക്കുന്ന സമയത്ത് ഗവൺമെന്റ് എപ്പോഴും മേൽനോട്ടം ഉണ്ടായിരിക്കണം. കാരണം നമ്മൾ കേട്ടു പല NGOസും അവിടെ വന്ന് ഓരോന്ന് ചെയ്യുന്നു എന്നൊക്കെ. പക്ഷെ NGOസ് ഒക്കെ ചെയ്യുമ്പോഴും അതിനകത്ത് വേറെയും പിൽഫറേഷൻസ്, ഒഴുകിപ്പോക്കുണ്ടാകും. അപ്പൊ അങ്ങനെ ഒന്നും ഉണ്ടാകാതെ ഇരിക്കാനാണ് ഗവൺമെന്റിന്റെ കരങ്ങളിൽ തന്നെ ഈ ഫണ്ട് എത്തട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഗവൺമെന്റിന്റെ അധികാരം ഉപയോഗിച്ച്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാരവും ഉപയോഗിച്ച് ഒരു നല്ല കമ്മിറ്റി ഫോം ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ പ്രയോജനം രൂപപ്പെടുത്തൽ, അത് ഈ പണം എങ്ങനെ പ്രയോജനപ്പെടുത്തണം, എന്തിനൊക്കെ എങ്ങനെയാണ് പ്രയോറിറ്റി നിശ്ചയിക്കേണ്ടത്, ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ ശക്തമായ തീരുമാനങ്ങൾ എടുത്ത് തന്നെ മുൻപോട്ട് പോകണം. അതുപോലെ തന്നെ മാധ്യമങ്ങളാണെങ്കിലും മാധ്യമങ്ങളുടെ കടമ ഈ ഉരുൾപൊട്ടലിൻ്റെ ഇതെല്ലാം തീർന്നു കഴിയുന്നത് വരെ അല്ല, എങ്ങനെ പുനരധിവാസം നടക്കുന്നു, എവിടെയൊക്കെ പാളിച്ചകൾ കണ്ടെത്താൻ പറ്റുന്നു അതൊക്കെ കണ്ടെത്തി അതെല്ലാം പുറത്തു കൊണ്ടുവരണം. ഗവൺമെന്റ് ആക്ഷൻ എടുക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെട്ടു പോകുന്ന, പേടിച്ചു പോകുന്ന ഭീരുക്കളാകരുത് മാധ്യമങ്ങൾ ഡെമോക്രസിയുടെ 4ാം തൂണാണ് എന്നുള്ളത് ഓർത്തുകൊണ്ട് തന്നെ ശക്തമായ രീതിയിൽ ഇത്തരം കാര്യങ്ങളുമായിട്ട് മാധ്യമങ്ങൾ മുന്നോട്ട് പോകണം. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഞാനൊരു വയനാട് ജില്ലക്കാരിയാണ്. ഈ തെക്കേ വയനാട്ടിലാണ് ഇപ്പോൾ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത്. വടക്കേ വയനാട് ജില്ലയിൽ കുറുവാദ്വീപിന് അടുത്താണ് എൻ്റെ വീട്. അപ്പോൾ വടക്കേ വയനാട് ജില്ല എന്ന് വെച്ചാൽ എപ്പോഴും പ്രളയബാധിതമാകുന്ന ഒരു ജില്ലയാണ്. കാരണം കബനിയുടെ ഓരത്ത്, കബനിയുടെ തൊട്ടടുത്ത് ചേർന്നിരിക്കുകയാണ് എൻ്റെ വീടൊക്കെ. എത്രയോ പ്രാവശ്യം ഞങ്ങളൊക്കെ വെള്ളപ്പൊക്കം വന്ന് വീട് വിട്ടു പോകേണ്ടി വന്നിട്ടുണ്ട്. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ വീട് മുഴുവൻ നശിച്ച് വീണ്ടും പുനർനിർമ്മിക്കേണ്ടി വന്നു. അന്നൊന്നും ഇതുപോലത്തെ ദുരന്ത നിവാരണമോ ദുരിതാശ്വാസ ഫണ്ടോ ഒന്നുമില്ല. സ്വന്തം കുടുംബം തന്നെ അത് വീണ്ടും ഒന്നേന്നെ കെട്ടിപ്പടുക്കണം, അങ്ങനെയായിരുന്നു. അപ്പൊ അത്തരം അവസ്ഥയല്ല ഇപ്പോൾ ഉള്ളത്. അങ്ങനെ കെട്ടിപ്പടുക്കാവുന്നതുമല്ല ഒലിച്ചുപോയ 3 ഗ്രാമങ്ങളുടെ ചരിത്രം എടുക്കുമ്പോൾ. അപ്പൊ നേരത്തെ എനിക്ക് തൊട്ടു മുമ്പ് സംസാരിച്ചത് ശ്രീ പത്മനാഭനാണെന്ന് തോന്നുന്നു, അദ്ദേഹം പറഞ്ഞിരുന്നു എന്തുമാത്രം, അതായത് കൽപ്പറ്റ ഗവൺമെന്റ് കോളേജിൽ വർക്ക് ചെയ്തിരുന്ന ഒരു പ്രൊഫസർ 1970കളിൽ കണ്ട ഒരു കാര്യം എന്താണ് ഏഷ്യാനെറ്റിൽ പറഞ്ഞത് ഞാൻ ഓർമ്മിക്കുകയാണ്. അതായത് അല്ലെങ്കിൽ തന്നെ നമുക്കറിയാമല്ലോ, മുട്ടിൽ മരമുറി എടുക്കുക. ഈ LDF ഗവൺമെന്റ് വന്നതിന് ശേഷം 2016-17 ശേഷമാണ് മുട്ടിൽ മരമുറി. 500-ലധികം വർഷം പഴക്കമുള്ള മരങ്ങൾ വെട്ടിമാറ്റി, അതായത് ഗവൺമെന്റിന് റവന്യൂ ഉണ്ടാക്കാൻ വേണ്ടിയല്ല, അതായത് മോഷണം. മുട്ടിൽ മരമുറി വലിയൊരു മോഷണമായിരുന്നു. ആ വലിയ മോഷണത്തിന്റെ ഭാഗമായിട്ട് 500 വർഷമൊക്കെ പഴക്കമുള്ള മരങ്ങൾ, അങ്ങനെയുള്ള മരങ്ങളൊക്കെ വെട്ടി നീക്കുക. 40-ലധികം റെസ്റ്റോറൻറ്റുകൾ ഈ എന്താ പറയുക പുഞ്ചിരി മട്ടം പോലെയുള്ള സ്ഥലങ്ങളിൽ ഉണ്ട് എന്ന് അവിടുത്തുകാർ തന്നെ ചാനലുകളിൽ പറഞ്ഞു. അപ്പൊ ഈ റെസ്റ്റോറൻറ്റ്സിന്റെ നിർമ്മാണം, ഹോം സ്റ്റേകളുടെ നിർമ്മാണം, അതിനൊക്കെ വേണ്ടിയുള്ള കല്ല് വെട്ടിയിറക്കൽ, അതുപോലെ തന്നെ മറ്റെല്ലാ പ്രദേശങ്ങളിലേക്കും കല്ല് വെട്ടി ഇറക്കി കൊണ്ടുപോകൽ, ഇതൊക്കെ അവിടെ നിർബാധം നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. ഇതിനെ ഒന്നും, അതായത് ഗാഡ്ഗിൽ കമ്മിറ്റി 2011 സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ടിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? 1700 ഇല്ലീഗൽ ക്വാറീസ് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു എന്ന്, കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെട്ടു എന്ന്. അതേ സമയത്ത് നമ്മൾ മൈനിങ് ആൻഡ് ജിയോളജിയോട് 2011 ഗാഡ്ഗിൽ അങ്ങനെ പറയുന്നത്. 2011-12 മുതൽ 14-15 വരെ പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റിയിലെ മെമ്പേഴ്സ് ആയിരുന്നു ഞാനൊക്കെ. അപ്പോൾ ഞങ്ങൾ ഈ ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ, അതുപോലെ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് ഞാൻ നന്നായിട്ട് എടുത്തു പഠിച്ചു. അപ്പോൾ അതിനകത്ത് അത് കഴിഞ്ഞിട്ട് മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ അവരുടെ അടുത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ക്വാറികൾ ആകെപ്പാടെ 600-ൽ താഴെ ക്വാറികൾ മാത്രമാണ് ഉണ്ടായിരുന്നത് അന്ന്. 1700 ഇല്ലീഗൽ ക്വാറീസ് ഞങ്ങൾ കണ്ടെത്തിയെന്നും അതിനേക്കാൾ വളരെ കൂടുതൽ ഉണ്ടെന്നുമാണ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്.
എന്തായാലും ഈ അതൊക്കെ മലയോര പോകട്ടെ. മേഖലകൾ ഒരു കേന്ദ്രീകരിച്ച് വർഷം മുൻപാണ് അതെ പ്രകൃതി ചൂഷണം യഥേഷ്ടം നടന്നു. അവിടെയൊക്കെ സർക്കാർ മൗനം പാലിച്ചു. തുടർന്ന് കൃത്യമായ മുന്നറിയിപ്പുകൾ നൽകുന്നതിലും മൗനം പാലിച്ചു. അതുകൊണ്ടാണ് ഇത്ര വലിയ രീതിയിലുള്ള ജീവഹാനി സംഭവിച്ചതും. ശ്രീ പത്മനാഭൻ, ഫണ്ട് വിനിയോഗത്തിലടക്കം പല സംശയങ്ങളും നിഴലിക്കുന്നുണ്ട്. നമുക്കറിയാം ഇത്തവണ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണം എന്ന് പറഞ്ഞപ്പോൾ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും സംശയങ്ങളും ഒക്കെ പല ഭാഗത്തു നിന്നും ഉണ്ടായി. കാരണം 2018 പ്രളയം തൊട്ട് ദുരിതാശ്വാസ നിധിയിലെ ക്രമക്കേടുകൾ ഓരോരുത്തരും എണ്ണി സൂചിപ്പിക്കുകയുണ്ടായി. മാധ്യമങ്ങളടക്കം അത് പലതവണ ചർച്ച ചെയ്യപ്പെട്ടതുമാണ്. ആ ഫണ്ട് വിനിയോഗം, വക മാറ്റി ചിലവഴിക്കൽ ഒക്കെ തന്നെ. അതുകൊണ്ട് തന്നെ ഇത്തവണയും എന്തിന് എന്നുള്ള സംശയങ്ങൾ ഉന്നയിച്ചവർക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനമാണ് സർക്കാരും സർക്കാർ പ്രതിനിധികളും മന്ത്രിമാരും ഒക്കെ ഉന്നയിച്ചത്. ഈ അവസരത്തിലാണോ നിങ്ങൾക്ക് രാഷ്ട്രീയം കളിക്കേണ്ടത് എന്ന ചോദ്യമാണ് ഉയർത്തിയത്. വയനാടിൻ ജനതയുടെ ആത്മവിശ്വാസത്തെ തകർക്കുന്ന രീതിയിലാണ് മാധ്യമങ്ങളടക്കം ഇപ്പോൾ ഇത് കൊണ്ടുവന്നിങ്ങനെ പറയുന്നത് എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ വന്നു. പക്ഷേ ഫണ്ട് വിനിയോഗത്തിലെ സംശയങ്ങൾ സംശയങ്ങളായി തന്നെ നിലനിൽക്കുകയല്ലേ? അല്ല, എന്തുകൊണ്ടാണ് ഫണ്ട് വിനിയോഗവും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉണ്ടായത്? അതിന്ന് ഉണ്ടായതാണോ? ഈ എന്താ പറയുക, വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടായതിനു ശേഷം ഉണ്ടായതല്ലല്ലോ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ഫണ്ട് വെട്ടിപ്പ് നടന്നിട്ടുണ്ട്. അതിന്റെ പേരിൽ വിജിലൻസ് കേസ് എടുത്തിട്ടുണ്ട്. അത് ഒരു കേസോ രണ്ട് കേസോ അല്ല, നിരവധി കേസ് എടുത്തിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണല്ലോ. ഇനി കേസ് അവിടെ നിൽക്കട്ടെ. കേസ് ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരോ പാർട്ടിക്കാരോ ഭരണത്തിന് സ്വാധീനമുള്ളവരോ ചെയ്യുന്ന ഒരു തെറ്റാണ്. അത് ഇപ്പൊ സർക്കാരിന്റെ തലയിലേക്ക് കെട്ടിവെച്ചിട്ട് കാര്യമില്ല. സർക്കാർ ആ തെറ്റിനെതിരെ നടപടി എടുത്തിട്ടുണ്ടാവും. പക്ഷേ ഈ ഫണ്ട് എടുത്തിട്ട് ഒരു MLA-യുടെ കുടുംബത്തിന്റെ കടബാധ്യത തീർക്കാൻ വേണ്ടി കൊടുത്തില്ലേ? വേറൊരു രാഷ്ട്രീയ നേതാവിന്റെ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി കൊടുത്തില്ലേ? ഈ ആളുകളുടെ ഒന്നും കുടുംബത്തെ സഹായിക്കേണ്ട എന്ന അഭിപ്രായക്കാരല്ല നമ്മളും. പക്ഷേ അത് ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നാണോ കൊടുക്കേണ്ടത്? അതിനെ ചൊല്ലി ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായില്ലേ? അപ്പോൾ ഈ ഫണ്ട് സുതാര്യമായ രീതിയിൽ എന്തിനു വേണ്ടിയാണോ ഇത് സ്ഥാപിച്ചത്, അല്ലെങ്കിൽ എന്തിനാണോ ഇതിന്റെ ലക്ഷ്യം, അതിൽ നിന്നും വ്യതിചലിച്ച് മറ്റു പല ആവശ്യങ്ങൾക്കും ചെലവാക്കുന്നു എന്ന വിഷയം ഉയർന്നു വന്നതിന് ശേഷമല്ലേ ഈ പ്രശ്നം ഉണ്ടായത്? അതുകൊണ്ടല്ലേ ഇത്തവണ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിനെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസം വന്നത്? അപ്പോൾ അത് പറയുന്നതിന്റെ പേരിൽ കേസെടുത്തിട്ട് എന്താ കാര്യം? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ എടുത്ത ആ കേസ് നിൽക്കുവോ? ജനാധിപത്യപരമായ രീതിയിൽ വിമർശിച്ചുകൊണ്ട് ഒരു പ്രസ്താവന ഇറക്കിയ, ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ആ കേസൊന്നും നിൽക്കാൻ പോകുന്നില്ല. വെറുതെ വഷളാവാൻ നിൽക്കുക. മുഖ്യമന്ത്രിയെ വിമർശിച്ചതിന്റെ പേരിൽ പണ്ട് കുറെ കേസെടുത്തിരുന്നു. അതൊക്കെ പോയവയ്ക്ക് പുല്ല് മുളച്ചിട്ടില്ല. ഇനി ഈ കോവിഡ് കാലം ഉണ്ടായല്ലോ. കോവിഡ് കാല സമയത്ത് കേരളത്തിലെ CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി എന്താ പറഞ്ഞത് ഈ വാക്സിനെ സംബന്ധിച്ച്? അത് വേണ്ടത്ര പരീക്ഷണങ്ങൾ നടത്താതെ ഇറക്കിയ വാക്സിനാണെന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് അങ്ങോരെ പേരിൽ ആരെങ്കിലും കേസെടുത്തോ? പിന്നെ അഖിലേഷ് യാദവ് എന്താ പറഞ്ഞത്? ഇത് BJP-യുടെ വാക്സിനാണ്, ഞാൻ എടുക്കൂല എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ പറയാൻ പാടുണ്ടോ? പക്ഷെ കേസെടുത്തിട്ടില്ലല്ലോ. അതൊന്നും നിൽക്കാത്ത കാര്യമാണ്. അപ്പോൾ ഈ കേസെടുത്ത് ഇവരെന്താ വിചാരിക്കുന്നത്? ഈ അടിയന്തരാവസ്ഥയെ തോൽപ്പിച്ച ജനങ്ങളാണ് ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ. അവരെ ഈ കേസും കൊണ്ട് പേടിപ്പിക്കുക? ഇവരേത് ലോകത്താണ് ജീവിക്കുന്നത്? ഇനി ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് യാഥാർത്ഥ്യങ്ങൾ പറയാം. 1984 മുണ്ടക്കൈ മലയിൽ ആദ്യത്തെ വലിയ ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നത്. അതിന് മുമ്പ് ചെറുതുണ്ടായിരുന്നോ നമുക്കറിയില്ല. അന്ന് 17 ആളോ 16 ആളോ മരിച്ചു. അന്നും കുറച്ച് ആൾക്കാരുടെ ശവശരീരം കിട്ടിയത് ഈ പോത്തുകലിൽ നിന്നും നിലമ്പൂരിൽ നിന്നൊക്കെയാണ്, ചാലിയാർന്നാണ്. അപ്പൊ ഈ ആ സംഭവം നടന്നതിന് ശേഷം കേരളത്തിലെ പ്രമുഖ പത്രങ്ങളിൽ ചൂരൽമലയെ പറ്റിയും ഈ മുണ്ടക്കൈ മലയെ പറ്റിയും ലേഖനങ്ങൾ വന്നിട്ടില്ലേ? ഇവരെ രക്ഷിക്കണം, ഇത് അപകടകരമായ രീതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, സെറ്റിൽമെന്റ്സ് വരുന്നുണ്ട്, ഈ മല ഒരു ദുർബലമായ മലയാണ്, ഇതിന്റെ മേൽമണ്ണിന് ബലം പോരാ, ഇത് പരിസ്ഥിതി ലോല പ്രദേശമാണെന്ന് അന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. ഇത് മാധവഘാട്ടിലൊക്കെ വരുന്നതിന്റെ 40 വർഷം മുന്നത്തെ കഥയാണ് ഞാൻ പറയുന്നത്, അല്ലെ 30 വർഷം മുന്നത്തെ കഥയാണ് പറയുന്നത്. അതിനുശേഷം അല്ലെ 2-3 വർഷം മുന്നേ പുത്തുമലയിൽ ഉരുളുപൊട്ടിയത്. അവിടെ ഇത് പൊട്ടിയ സമയത്തും ഈ വിഷയങ്ങളൊക്കെ വന്നില്ലേ? മുണ്ടക്കൈ മലയുടെ മുകളിൽ സ്വിമ്മിംഗ് പൂളുള്ള റിസോർട്ട് ഇല്ലേ? കോൺക്രീറ്റ് സൗധങ്ങളില്ലേ? റിസോർട്ട് കോൺക്രീറ്റ് സൗധമല്ലേ? മണ്ണിന്റെ സ്വാഭാവിക ഘടനയെ മാറ്റാതെ കോൺക്രീറ്റ് റിസോർട്ട് ഉണ്ടാക്കാൻ പറ്റുമോ? സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കാൻ പറ്റുമോ? എന്താ സ്വിമ്മിംഗ് പൂള്? കൃത്രിമ ജലാശയം. ആ റിസോർട്ടിന്റെ ഒരു 25-30 മീറ്റർ മാറിയിട്ടാണ് ഈ ഉരുളുപൊട്ടിയ അത് ഒലിച്ചു പോയിരിക്കുന്നത്.
അപ്പോ ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനം, ആ റിസോർട്ടിൽ താമസിക്കാൻ വന്നതിന്റെ പേരിലാണ് 2 ഒറീസയിൽ വന്ന 2 ഡോക്ടർമാരുടെ ജീവൻ പോയത്. 2 എയിംസിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാരുടെ ജീവൻ പോയി. ഒരാളുടെ ഭാര്യ തിരിച്ചുപോയി, ഒരാളുടെ ഭാര്യ ഗുരുതരമായ പരിക്കേറ്റ് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അപ്പൊ അവിടെ റിസോർട്ടിൽ വന്ന് താമസിച്ചതാണ് അവര്. അങ്ങനെയാണ് ഇത് സംഭവിച്ചത്. അപ്പോ ഇത്തരത്തിലുള്ള വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ റോഡ് വെട്ടി മുകളിലേക്ക് കയറ്റിയിരിക്കുകയാണ്. എന്നിട്ട് അത് ടിപ്പർ ലോറിയിൽ നിർമ്മാണ പ്രവർത്തനത്തിന്റെ സാധനങ്ങൾ പോവാണ്. ഇത്തരത്തിലുള്ള ജർക്കിംഗ് താങ്ങാൻ ശേഷിയുള്ള മണ്ണാണോ അത്? ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് വളരെ ലോലമായ പ്രദേശമാണ്. ഇവിടെ അധികം കളിച്ചാൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. അവിടെ പണ്ട് കൃഷി ചെയ്തിരുന്നു ആളുകൾ. കൃഷി ചെയ്ത് പ്രത്യേകിച്ച് തേയില തോട്ടങ്ങളാണ്, പിന്നെ ഏല കൃഷി ചെയ്തിട്ടുണ്ട്, മറ്റു പല കൃഷിയും ചെയ്തിട്ടുണ്ട്. ആളുകളെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ മണ്ണിലുണ്ടാവുന്ന ഇളക്കങ്ങളും മാറ്റങ്ങളും മണ്ണ് സഹിക്കും. പക്ഷെ നിങ്ങൾ പൈലടിച്ചിട്ട് അല്ലെങ്കിൽ വലിയ തറ കീറി കോൺക്രീറ്റ് ഇട്ട് വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയാൽ അത് ആ മണ്ണ് താങ്ങുമോ? അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. ഈ പ്രദേശം മുഴുവൻ കേരളത്തിലെ 131 വില്ലേജുകൾ, 12 ജില്ലകളിലായിട്ടുള്ള 131 വില്ലേജുകളാണ് കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ പരിസ്ഥിതി ലോല പ്രദേശമായി നിശ്ചയിച്ചത്. അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 20,000 സ്ക്വയർ ഫീറ്റിന് പേരെയുള്ളത് പാടില്ല, മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് പാടില്ല, ഖനനം പാടില്ല, ഇങ്ങനെ ഒരുപാട് നിബന്ധനകളുള്ള വിജ്ഞാപനം കേന്ദ്രം 14 മുതൽ 2014 ഇറക്കിക്കൊണ്ടിരിക്കുക. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അതിന് അനുകൂലമായ പ്രതികരണം ഇല്ലാത്തത് കൊണ്ടാണ് അന്തിമ വിജ്ഞാപനം വരാത്തത്. ഇപ്പൊ 4 ദിവസം മുന്നേ ഈ ഏറ്റവും പുതിയ വിജ്ഞാപനം വന്നു. അവര് ഇനി അതിനെങ്കിലും അനുവാദം കൊടുക്കുമോ? അങ്ങനെയാണെങ്കിൽ അന്തിമ വിജ്ഞാപനം വരും. വയനാട് കോറി മാഫിയയും അതുപോലെ തന്നെ റിസോർട്ട് മാഫിയയും കയ്യേറിയിരിക്കുകയാണ്. എന്നോട് വയനാട്ടിൽ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് അമ്പലവയൽ പഞ്ചായത്തിൽ എത്ര കോറി ഉണ്ടെന്ന് എണ്ണിയാ തീരൂല എന്നാ പറയുന്നത്. എത്ര കോറി ഉണ്ട്, നാളെ അമ്പലവയൽ എന്താ സംഭവിക്കാന്ന് പറയാൻ പറ്റില്ല എന്നാ പറയുന്നത്. അമ്പലവയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേപ്പാടിയിൽ നിന്ന് വടുവഞ്ചാല് വഴി എത്തുന്ന സ്ഥലമാണ്. അത് ലേശം നല്ലോണം കിഴക്കോട്ടാണ്. ഇങ്ങനെ വയനാട്ടിൽ ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തി ചെയ്യുകയാണ്. അതുമൂലം ഉണ്ടാവുന്ന ദുരിതം അനുഭവിക്കുന്നത് ആരാ? ആ എന്താ പറയാ അധ്വാനിച്ച് ജീവിക്കുന്ന ആൾക്കാർ. തീർച്ചയായും. കാരണം ഇത്തരത്തിൽ രാഷ്ട്രീയ ഇടപെടലുകളുടെയും സ്വാധീനത്തിന്റെയും ഫലമായുള്ള ഈ അനധികൃത ക്വാറി നിർമ്മാണങ്ങൾ തന്നെയാണ് പശ്ചിമഘട്ട മേഖലയെ അപ്പാടെ തകർത്തെറിഞ്ഞത്. പക്ഷേ ഈ വയനാട് മുണ്ടക്കൈ ദുരന്തത്തിലും ക്വാറി ഉടമകളുടെ സംഘടന 20 വീട് വെച്ച് നൽകാമെന്ന് ഏറ്റിട്ടുണ്ട്. അവരൊക്കെ മനസാക്ഷിക്ക് നിരക്കുന്ന രീതിയിൽ തന്നെ ഇനിയും പൊതുപ്രവർത്തനം നടത്തട്ടെ എന്ന് തന്നെ നമുക്ക് ആശിക്കാം ഈ സാഹചര്യത്തിൽ. ശ്രീ KM ഷാജഹാൻ, ഫണ്ട് വിനിയോഗത്തിലെ സംശയം ഇപ്പോഴും നിഴലിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ ഇത് ചോദ്യമായി ഉന്നയിച്ചു കഴിഞ്ഞാൽ അവനെതിരെ കേസെടുക്കും. ഈ കഴിഞ്ഞ ദിവസം തന്നെ മുണ്ടക്കൈ ഭാഗത്തെത്തിയ മാധ്യമപ്രവർത്തകർ പുത്തുമലയിലെ പുനരധിവാസം എന്തായി എന്ന് മന്ത്രിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, മാധ്യമപ്രവർത്തകർ ഇപ്പോൾ വയനാട് ജനതയുടെ ആത്മവീര്യം തകർക്കാൻ ശ്രമിക്കുകയാണ്. പുത്തുമലയുടെ കാര്യം എന്തിനാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്? ഇപ്പോൾ വയനാടൻ ജനതയുടെ പുനരധിവാസത്തിനായാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതായത് മുൻകാലങ്ങളിൽ നടന്നതൊന്നും ഇനി പറയാൻ പാടില്ല, അല്ലെങ്കിൽ പിന്നീട് പറയാൻ പാടില്ല. ഇപ്പോൾ എന്താണോ ദുരിതം അതിനുവേണ്ടി തങ്ങൾ പണം സമാഹരിക്കും, അതിനെന്താന്ന് വെച്ചാൽ ചെയ്യും. അതല്ലാതെ കഴിഞ്ഞത് എത്ര പൂർത്തീകരിച്ചു അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ ഫണ്ട് വിനിയോഗിച്ചു എന്നുള്ളതൊന്നും ചോദിക്കാൻ പാടില്ല. ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതുപോലുള്ള വിഷയങ്ങളോട് എടുക്കുന്ന സമീപനം എന്ത് എന്ന് നമ്മളൊന്ന് നോക്കണം. ഇപ്പം പാറമടയുടെ അനിയന്ത്രിതമായിട്ടുള്ള വികസനത്തെക്കുറിച്ചിട്ട് നമ്മൾ പറയുമ്പം ആ പാറമടകൾക്കെതിരായി ഇച്ഛാശക്തിയോടുകൂടിയുള്ള നിലപാടെടുക്കാൻ ഇവിടെ ഏത് രാഷ്ട്രീയ പാർട്ടി ഉണ്ടെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടെ CPM-ഓ കോൺഗ്രസോ BJP-യോ ആരെങ്കിലും ഉണ്ടോ ഈ പാറമടകൾക്കെതിരായിട്ടുള്ള നിലപാട് ഇച്ഛാശക്തിയോടുകൂടി എടുക്കാനായിട്ട്? അതുപോലെ തന്നെ ഇപ്പോൾ വയനാടിനെ ഇല്ലാതാക്കിയിട്ടുള്ളത് ടൂറിസം വികസനമാണെന്ന് ഇപ്പോൾ എല്ലാവരും സമ്മതിക്കുന്നു. കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂപ്പർ സ്റ്റാറിന് അവിടെ 1000 ഏക്കർ സ്ഥലമുണ്ടെന്നാണ് ഇന്ന് ഞാൻ മനസ്സിലാക്കിയത്. ബോബി ചെമ്മണ്ണൂർ എന്നും ഒരുത്തനുണ്ട്. അയാൾ 1000 ഏക്കർ ബോച്ചെ ഭൂമിപുത്ര എന്നും പറഞ്ഞിട്ട് ഒരു സംവിധാനം അവിടെ ഉണ്ടാക്കുകയാണ്. 1000 ഏക്കർ. ആ 1000 ഏക്കർ എന്ന് പറഞ്ഞ ഈ ബോച്ചെ ഭൂമിപുത്ര എന്ന് പറഞ്ഞ അയാളുടെ
ആ 1000 ഏക്കറിൽ അയാൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ടൂറിസം സംവിധാനമാക്കി അതിനെ ഡെവലപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഈ പിന്നെ തോട്ടം മേഖലയിൽ ഭൂമി മേടിച്ചിട്ട് ഇതുപോലെ ടൂറിസം വികസനം ഉണ്ടാക്കാനായി കഴിയുന്നത്? അയാൾ ഞെളിഞ്ഞിരുന്ന് പറയുകയാണ് എന്താണ്, ഒരു ദിവസം എൻ്റെ ഈ ടൂറിസം കേന്ദ്രത്തിൽ 10,000 മുതൽ 20,000 വരെ ആളുകൾ ദിവസവും വരുന്ന ഒരു നിലയിലേക്കാണ് ഞാനിത് വികസിപ്പിച്ചുകൊണ്ട് പോകുന്നതെന്നാണ് അയാൾ പറയുന്നത്. ആ 1000 ഏക്കറിൽ 200 ഏക്കർ സ്ഥലം വിമാനത്താവളം ഉണ്ടാക്കാൻ സർക്കാരിന് സൗജന്യമായി കൊടുക്കും എന്ന് അയാൾ പറയുകയാണ്. അതുപോലെ തന്നെ റിപ്പോർട്ടർ എന്ന് പറഞ്ഞൊരു ചാനലിൻ്റെ ഉടമയായിട്ടുള്ള ആൻഡോ അഗസ്റ്റിൻ എന്നും പറഞ്ഞിട്ട് ഒരു ക്രാസായിട്ടുള്ള വനം കൊള്ളക്കാരൻ മുട്ടിൽ മരമുറി എന്ന് പറഞ്ഞ കൊള്ളയുടെ ഭാഗമായി 100 കണക്കിന് കോടി രൂപയുടെ മരം വെട്ടിമുറിച്ച് പിന്നെ കടത്തിക്കൊണ്ടുപോയി പിന്നെ ഉണ്ടാക്കിയവനാണ് ഈ ആൻഡോ അഗസ്റ്റിൻ. അയാൾ പറയുകയാണ് ഞാൻ 150 ഏക്കർ സ്ഥലം മേടിച്ച് സർക്കാരിന് കൊടുക്കാം. അയാൾ പറയുകയാണ് 150 ഏക്കർ സ്ഥലം മേടിച്ച് സർക്കാരിന് കൊടുക്കാം. എന്നിട്ട് അവിടെ ടൗൺഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അയാൾ പ്രപ്പോസൽ കൊടുത്തിരിക്കുകയാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, അതുപോലെ തന്നെ അവിടുത്തെ തുരങ്കപാത, ഇന്നിപ്പം ഈ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ള ഈ ക്യാമൽ ഹമ്പ് എന്ന് പറഞ്ഞിട്ടൊരു മലനിരകളുണ്ട്. അതിലൊരു മലയിലാണ്, വെള്ളരി മലയിൽ നിന്നാണ് ഇപ്പോൾ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ളത്. ആ മലനിരകളുടെ എല്ലാം അടിയിലൂടെ ഏതാണ്ട് ഒരു 7-8 കിലോമീറ്റർ ദൂരത്തിൽ 2 വരി പാതയുള്ള തുരങ്കപാത നിർമ്മിക്കാൻ പോകുന്നു. 2146 കോടി രൂപയുടെ തുരങ്കപാത. ആലോചിച്ച് നോക്കുക, നമ്മൾ പുത്തുമലയ്ക്കടുത്തുകൂടെയും മുണ്ടക്കൈക്കടുത്തുകൂടെയും ആ മലകൾക്കടിയിലൂടെ തുരങ്കപാത നിർമ്മിക്കാൻ പോകുന്നു. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി അതിനെതിരായിട്ട് നിലപാടെടുത്തിട്ടുണ്ടോ? CPM ഗവൺമെൻറ്റാണ് അത് കൊണ്ടുവരാൻ പോകുന്നത്. കോൺഗ്രസ് അതിനെ എതിർത്തിട്ടുണ്ടോ? BJP അതിനെ എതിർത്തിട്ടുണ്ടോ? അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ, ഈ വയനാടെന്ന് പറഞ്ഞിട്ടുള്ള ഈ പ്രദേശത്തെ ഇതുപോലെ നശിപ്പിച്ച് നാശമാക്കിയ, തകർത്ത് തരിപ്പണമാക്കിയ, ഡിവാസ്റ്റേറ്റ് ചെയ്തിട്ടുള്ള ഈ വികസനം അവിടെ നടക്കുന്നതിൽ, വിവേചനപരമായ രഹിതമായ അത് നടക്കുന്നതിൽ എല്ലാ പാർട്ടികളുടെയും പിന്തുണയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടുത്തെ ഒരു ക്രിസ്ത്യൻ സഭയുണ്ട്. ആ ക്രിസ്ത്യൻ സഭയ്ക്ക് അവിടെ പാറമടകളുണ്ട്. ഇപ്പോൾ എല്ലാവരും പാറമടകളെ കുറിച്ചിട്ട് വലിയ വാദോരാതെ സംസാരിക്കുന്നുണ്ട്. അവിടെ വിവേചനരഹിതമായി പാറമട പാടില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്യാൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഇവിടെ ഉണ്ടായിരുന്നോ? കസ്തൂരി രംഗൻ്റെ റിപ്പോർട്ടിനെയും ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെയും അതിഭീകരമായി എതിർത്തപ്പോൾ അതിനെ അനുകൂലിക്കാൻ PT തോമസ് എന്ന് പറഞ്ഞ ഒരാൾ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അയാളുടെ ശവഘോഷയാത്ര നടത്തുകയാണ് ഇടുക്കിയിൽ ചെയ്തിട്ടുള്ളത്. തുരങ്കപാത എതിർക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇവിടെ ഇല്ല. ഈ വലിയ ആവേശം കാണിക്കുന്ന BJP-ക്കാരുടെ കേന്ദ്ര ഗവൺമെൻറ് ഈ തുരങ്കപാതയ്ക്ക് പ്രാഥമികമായിട്ടുള്ള അനുമതി നൽകി കഴിഞ്ഞിരിക്കുകയാണ് എന്നുള്ളത് BJP-യുടെ പ്രതിനിധി കണ്ടോണം. അപ്പം അതുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ഇതിൽ പങ്കുണ്ട്. ഒരാൾക്കും കൈ കഴുകി മാറിക്കാൻ കഴിയില്ല. മറ്റേ ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമയിലുണ്ട്. എന്താ ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമയിൽ ഒരുത്തനെ കൊന്നിട്ട് ആ കൊന്നവൻ റീത്ത് വെക്കാൻ ചെല്ലുന്നു അമൃതദേഹത്തിൽ എന്ന് പറഞ്ഞതുപോലെ വയനാടെന്ന് പറഞ്ഞ പ്രദേശത്തെ കൊന്നു കുഴിച്ചു മൂടിയിട്ട് അതിന്മേൽ റീത്ത് വെക്കാൻ ചെല്ലുകയാണ് എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും. ഇപ്പം അങ്ങോട്ട് ഘോഷയാത്ര നടത്തുകയാണ് വയനാട്ടിലേക്ക് രാഷ്ട്രീയക്കാർ. ഇപ്പോൾ നാളെ പ്രധാനമന്ത്രിയും വരുന്നുണ്ട് 2 ദിവസത്തേക്ക്. ബാക്കിയുള്ളവരെല്ലാവരും അവിടെ വന്നു കഴിഞ്ഞു. അപ്പോൾ ആ വയനാടെന്ന് പറഞ്ഞ സ്ഥലത്തെ പാരിസ്ഥിതികമായി നശിപ്പിച്ച് ഇല്ലാതാക്കി ഡിവാസ്റ്റേറ്റ് ചെയ്തിട്ടുള്ള രാഷ്ട്രീയക്കാർ ഇപ്പോൾ എന്താണ് പുനരധിവാസം, ടൗൺഷിപ്പ് ഇപ്പോൾ പറഞ്ഞല്ലോ. അതിനകത്തെ കൂടെ വന്നിട്ട് ഞാൻ നിർത്തിക്കോളാം. ടൗൺഷിപ്പ് എന്നാണ് പറയുന്നത്. ഈ ടൗൺഷിപ്പും കൊണ്ട് ആത്യന്തികമായി ഉണ്ടാവാൻ പോണ എന്താ, 100 കണക്കിന് കോടി രൂപ പോകേണ്ട സ്ഥലങ്ങളിലേക്ക് പോകും. ഇപ്പോൾ പുത്തുമലയിലല്ല, അപ്പം മറ്റേ പെട്ടിമുടിയിൽ എത്ര പേര് മരിച്ചു? അവിടെ വീടുകൾ ഉണ്ടാക്കി കൊടുത്തു, സ്ഥലം സർക്കാർ കൊടുത്തു, വീട് ടാറ്റ നിർമ്മിച്ചു കൊടുത്തു. അവിടെ ആ ഉരുൾപൊട്ടലിൽ മരിക്കാതിരുന്ന സർവൈവേഴ്സിന് വേണ്ടി അവിടെ ടാറ്റ പണിതു കൊടുത്ത ഒരു വീട്ടിലും അവിടുത്തെ ആളുകൾ താമസിക്കുന്നില്ല. അവരവരുടെ ലയങ്ങളിൽ പോയാണ് താമസിക്കുന്നത്. കാരണം എന്താ, അവർക്ക് അവരുടെ ലായങ്ങളിൽ നിന്നാണ് അവർക്ക് തേയിലത്തോട്ടത്തിൽ ജോലിക്ക് പോകാൻ സൗകര്യം.
അവർക്ക് ജോലിക്ക് പോകാൻ സൗകര്യമുള്ള സ്ഥലത്തല്ല വീടുണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. വീട് കിലോമീറ്റർ അപ്പുറത്താണ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. 2-3 പിന്നെ മുറിയുള്ള ബെഡ്റൂമൊക്കെ ഉള്ള വലിയ വീടുകൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ വീടുകളിൽ ഒരാൾ പോലും താമസിക്കുന്നില്ല. ഇതാണ് പുനരധിവാസത്തിൻ്റെ അവസ്ഥ. പുത്തുമലയിലെ പുനരധിവാസത്തിൻ്റെ അവസ്ഥയും ഇത് തന്നെയാണ്. ഇപ്പം മുഖ്യമന്ത്രി മുതൽ ബാക്കിയുള്ള നിക്ഷിപ്ത താല്പര്യക്കാർ വരെ എല്ലാവരും പറയുന്നത് ടൗൺഷിപ്പ് എന്നാണ്. ഈ ടൗൺഷിപ്പ് എന്ന് പറയുന്നതും എന്ത് സംഭവിക്കും? അവസാനം വല്ലവൻ്റെയും പോക്കറ്റിലേക്ക് പണം പോകും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഒറ്റക്കാര്യം മാത്രം നമ്മൾ മനസ്സിലാക്കുക. വയനാട്ടിൽ മരിച്ചിട്ടുള്ളവർ മുഴുവൻ ആദിവാസികളും ദരിദ്ര നാരായണന്മാരുമാണ്. ബ്രിട്ടീഷുകാർ അവിടെ കൊള്ള നടത്തി അവിടെ മുഴുവൻ തോട്ടം ഉണ്ടാക്കിയപ്പോഴത്തേക്കും അന്ന് അവിടെ പണിയെടുക്കാൻ വന്ന തൊഴിലാളികളും അവരുടെ അനന്തര തലമുറകളുമാണ് അവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. അവരാണ് ഒഴുകി ഒലിച്ച് എല്ലായിടത്തും പോയിട്ടുള്ളത്. എന്നിട്ട് ഇപ്പോഴത്തെ പറഞ്ഞു എന്താ പറഞ്ഞത്? പാറമടക്കാരൻ പണം കൊടുക്കുന്നെന്ന്. ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. ആയിരക്കണക്കിന് പാറമടകൾ ഉണ്ടാക്കി ആ സ്ഥലം മുഴുവൻ നശിപ്പിച്ച് നാറാണക്കല്ലാക്കിയവന്മാര് പുനരധിവാസത്തിന് പണം കൊടുക്കുന്നു. പരിസ്ഥിതി മുഴുവൻ തകർത്തില്ലാതാക്കിയ ശതകോടീശ്വരന്മാര് പുനരധിവാസത്തിന് പണം കൊടുക്കുന്നു. അഷ്ടമുടിക്കായലിൻ്റെ നടുക്കാണ് രവി പിള്ള കൊണ്ടുവന്ന് റാവീസ് എന്ന് പറഞ്ഞ ഹോട്ടൽ പിന്നെ എവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്? കൊല്ലത്തുണ്ടാക്കിയിട്ടുള്ളത്. അയാൾ എന്നിട്ട് പുനരധിവാസത്തിന് 5 കോടി രൂപ കൊടുക്കുന്നു. ലുലു മാൾ എവിടെയൊക്കെ നിർമ്മിക്കുന്നു അവിടെ എല്ലാം കയ്യേറ്റം സംബന്ധിച്ചിട്ടുള്ള പരാതികളുണ്ട്. അയാളും കൊണ്ടുവന്ന് 5 കോടി രൂപ കൊടുക്കുന്നു. ഇതാണ് നമ്മുടെ ഒരു ഗതികേട്. എൻ്റെ അഭിപ്രായത്തിൽ പുനരധിവാസ ടൗൺഷിപ്പ് ഒന്നും സർക്കാർ ഉണ്ടാക്കി കൊടുക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അത് ഒരിക്കലും നടക്കില്ല. അതിൻ്റെ ഭാഗമായിട്ട് പണം മുഴുവൻ വല്ലവൻ്റെ പോക്കറ്റിലേക്കേ പോവുള്ളൂ. അതുകൊണ്ട് അവിടെയുള്ള ഞാൻ പറയുന്നത് ഈ പിന്നെ ഉരുൾപൊട്ടലിലെ സർവൈവേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് പണം അവരുടെ കയ്യിൽ നേരിട്ട് കൊടുത്തിട്ട് ഡയറക്റ്റ് മണി ട്രാൻസ്ഫർ എന്നൊക്കെ പറയുന്ന പോലെ അവരുടെ കയ്യിൽ നേരിട്ട് കൊടുത്തിട്ട് അവർക്ക് വീടുണ്ടാക്കാനുള്ള സഹായം ചെയ്തു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതല്ലാതെ ഈ ടൗൺഷിപ്പ് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ നോക്കിയിട്ട് കേരളത്തിൽ ഇതിനു മുമ്പ് ഉരുൾപൊട്ടലുണ്ടായ ഏതു സ്ഥലത്താണ് സക്സസ്ഫുൾ ആയിട്ട് പുനരധിവാസം നടന്നിട്ടുള്ളത്? ഇപ്പം എല്ലാവർക്കും താല്പര്യം പുനരധിവാസം. മറ്റേ ആന്റോ അഗസ്റ്റ് എന്ന് പറഞ്ഞവൻ അവന് ഇന്നിരുന്ന് റിപ്പോർട്ടർ ചാനലിരുന്ന് പറയാണ് എത്രയും പെട്ടെന്ന് നമുക്ക് ടൗൺഷിപ്പ് തുടങ്ങണം. എന്തിനാണ്? പണം വെട്ടിക്കൊണ്ട് പോകണം. ഇതാണ് ഇവൻ്റെയൊക്കെ ആഗ്രഹം. അപ്പം ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് പിന്നെ കൊലപാതകം നടത്തിയിട്ട് കൊന്നവൻ്റെ പിന്നെ മൃതശരീരത്തിൽ കൊണ്ടുവന്ന് റീത്ത് വെക്കുന്ന പണിയാണ് ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും കൂടെ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ രാഷ്ട്രീയ പാർട്ടിക്കാരനെയൊക്കെ പാഠം പഠിപ്പിക്കാൻ വേണ്ടി സാധാരണ ജനങ്ങളും പരിസ്ഥിതി പ്രവർത്തകരും കൂടെ ചേർന്ന് വലിയൊരു മൂവ്മെൻ്റ് ഉണ്ടാക്കി ഇറങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അല്ലാതെ ഇത് ഇനിയും രാഷ്ട്രീയക്കാരൻ്റെ കയ്യിലേക്ക് കൊടുത്താൽ അവൻ ഇതിനകത്ത് നിന്ന് വെട്ടുമേനി അടിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ളതല്ലാതെ ഒരു പുല്ലും ഇവിടെ നടക്കാൻ പോകുന്നില്ല. ഒരു ടൗൺഷിപ്പ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല. വയനാടത്തെ ഓരോ ജില്ലകളിലെയും ഈ പിന്നെ ഉരുൾപൊട്ടലിൻ്റെ മാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. വയനാടത്തെ ഒരു സ്ഥാപനം എടുത്തു നോക്കണം. മിത പിന്നെ ഉരുൾപൊട്ടൽ സാധ്യത, തീവ്ര ഉരുൾപൊട്ടൽ സാധ്യത എന്നൊക്കെ പറഞ്ഞിട്ട് പഞ്ചായത്തിലെടുത്തൊക്കെ ഞെട്ടിപ്പോവും. നമ്മളെല്ലാം തീർന്നു എന്നും പറഞ്ഞ് എല്ലാം അവസാനിച്ചു എന്നും പറഞ്ഞ് ഇരിക്കരുത്. മഴ ഇനിയും പെയ്യുമ്പോഴത്തേക്ക് അപ്പുറത്തെ ഇപ്പുറത്തെ പഞ്ചായത്തുകളിലൊക്കെ ഇനിയും ഉരുൾപൊട്ടാൻ പോവാണ്. നമ്മളത് മനസ്സിലാക്കണം. അതുകൊണ്ട് രാഷ്ട്രീയക്കാരനെ ഇതിനകത്ത് നിന്ന് അകറ്റി നിർത്തിയാൽ മാത്രമേ ഏത് രാഷ്ട്രീയക്കാരനായാലും ചുവപ്പായാലും പച്ചയായാലും മഞ്ഞയായാലും കാവിയായാലും എല്ലാ രാഷ്ട്രീയക്കാരനെയും ഇതിനകത്ത് മാറ്റി നിർത്തിയാൽ മാത്രമേ സ്വൈരമായിട്ട് നമുക്ക് നാളെ ജീവിക്കാൻ പറ്റൂ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതല്ലെങ്കിൽ അവന്മാർ വന്ന് ഈ പൈസ അടിച്ചുകൊണ്ട് പോകും. ഇതല്ലാതെ വേറെ ഒന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. അതെ, ശ്രീമതി മേരി ജോർജ്, ഇവിടെ ഫണ്ട് വിനിയോഗം കാര്യക്ഷമമായി നടത്തണമെന്ന് തന്നെയാണ് എല്ലാവരുടെയും ഭാഗത്തു നിന്ന് വരുന്നത്. കഴിഞ്ഞ ദിവസം ഒരു പൊതുപ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ കുറിക്കുകയുണ്ടായി, ഇപ്പോൾ പിരിച്ച ഫണ്ട് തന്നെ പര്യാപ്തമാണ്, ഓരോ കുടുംബത്തിനും 40 ലക്ഷം വച്ച് കൈമാറാനുള്ള തുകയായി കഴിഞ്ഞു എന്നാണ്. പിന്നീടും ഈ നിർബാധം വന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം ഫണ്ടുകൾ ടൗൺഷിപ്പും പുനരധിവാസവും എന്നൊക്കെ പറഞ്ഞ് ചിലവാക്കുമ്പോൾ ഇതൊക്കെ യഥാർത്ഥ കൈകളിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അർഹിക്കുന്നവരിലേക്ക് തന്നെ എത്തുന്നുണ്ടോ? അതിനായി ആരാണ് മുന്നിട്ടിറങ്ങേണ്ടത് എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം. അതായത് ഈ 40 ലക്ഷം കൊണ്ട് ഒരു കുടുംബത്തിന്റെ പുനരധിവാസം ഓരോ വ്യക്തിക്ക് 40 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടൊന്നും പുനരധിവാസം നടക്കുമെന്ന്. കാരണം വസ്തു വാങ്ങി വീട് വെച്ച്
അതോ ഈ പറയപ്പെട്ട കാര്യങ്ങളൊന്നും 40 ലക്ഷം കൊണ്ട് ഇന്നത്തെ കാലത്ത് നടക്കാൻ പോകുന്നില്ല. അദ്ദേഹം വളരെ തെറ്റായി ധരിച്ചിട്ടായിരിക്കണം, വയനാടാണല്ലോ അതുകൊണ്ട് അവിടെ ഭൂമിക്ക് വിലയില്ല എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കണം അദ്ദേഹം അങ്ങനെ ഒരു അല്ല, കമന്റ് അത് നമുക്ക് ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. അതൊരു വ്യക്തിയുടെ അഭിപ്രായം മാത്രമാണ്. ഞാനത് ഇവിടെ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. കാരണം ധാരാളം ഫണ്ട് വരുന്നത് കൊണ്ട് സ്വാഭാവികമായി പലർക്കും പല സംശയങ്ങൾ ഉയരുകയാണ്. ഇത്തരം സംശയങ്ങൾ നിവാരണം ചെയ്യേണ്ടതാണ് സർക്കാരിന്റെ കടമ. അത് കൃത്യമായി അവർ പ്രയോജനപ്പെടുത്താതെ ഇത്തരത്തിൽ സംശയം ഉന്നയിക്കുന്നവർക്കെതിരെ ഒക്കെ കേസ് എടുക്കുകയും എന്തിനാണ് നിങ്ങൾ വിമർശിക്കുന്നത് ഈ അവസരത്തിൽ എന്നുള്ള ചോദ്യം മറുചോദ്യമായി ഉന്നയിക്കുകയും ചെയ്യുകയാണ്. അതെ, ഡെമോക്രസിയിൽ എന്താണ് വിമർശിക്കാനുള്ള അവകാശം ഓരോ പൗരനുമുണ്ട്. വിമർശിക്കരുത്, നിന്നെ ഞാൻ കോടതി കയറ്റും എന്നൊക്കെ പറഞ്ഞാൽ ഭയപ്പെട്ട് മാറാതെ വിമർശിക്കുക തന്നെ ചെയ്യണം. കാരണം നമുക്കറിയാം 2018 എന്താ സംഭവിച്ചത്. ആ ഫണ്ടിൽ നിന്ന് അതായത് രാഷ്ട്രീയക്കാര് ശുപാർശ ചെയ്യുന്നു, ഒരു ദുരന്തവും സംഭവിക്കാത്തവന് ആയിട്ടാണ് ശുപാർശ ചെയ്യുന്നത്. ഡോക്ടർമാർ അവൻ ദുരന്ത ബാധിതനായിരുന്നു എന്ന് സർട്ടിഫൈ ചെയ്യുന്നു. അങ്ങനെ ഈ 3 പേരും കൂടെ കൈയിട്ട് വരുന്ന രീതിയിൽ ഒരുപാട് ഫണ്ട് പോയി എന്നുള്ളത് അത് അവസാനം ഹ്യൂമൻ ജസ്റ്റിസ് കമ്മീഷന്റെ മുൻപിലും ആ കേസ് ചെന്നു. അദ്ദേഹവും അത് ചിലതൊക്കെ ശരിവെക്കുകയുണ്ടായി. അതായത് അവസാനം ഗവൺമെന്റിനെ വിധിച്ചില്ല, പക്ഷേ കാര്യക്ഷമമായിട്ടല്ല ഈ ഫണ്ടിന്റെ വിനിയോഗം നടന്നത് എന്ന് അങ്ങനെ ഹ്യൂമൻ ജസ്റ്റിസ് കമ്മീഷൻ തന്നെ പറയുന്ന ഒരവസ്ഥയുണ്ടായി. അപ്പോൾ നേരത്തെ മിസ്റ്റർ ഷാജഹാൻ പറഞ്ഞ ഒരു പോയിന്റിനോട് ഞാൻ വളരെയധികം യോജിക്കുകയാണ്. അതായത് ഇപ്പോൾ ഇവിടുന്നാണ് നമുക്കറിയാം നഞ്ചൻകോട് മൈസൂർ ടണൽ പാത, അതായത് തുരങ്കപാത, അത് മൊത്തം വയനാടിനെയും കീറി മുറിക്കുന്നില്ലല്ലോ, തുരങ്കമിട്ടാണ് മൈസൂറുമായിട്ട് ബന്ധപ്പെടുന്നത്. എന്താണ് അതിൻ്റെ ഒരു ആവശ്യം? എന്താണ് അതിൻ്റെ അപകടം ആരും കാണാത്തത്? ഇത്തരം കാര്യങ്ങളെ നഖശിഖാന്തം എതിർക്കണം. അതിന് ഒരു രാഷ്ട്രീയ പാർട്ടിയും മുന്നോട്ട് വരുന്നില്ല. തുരങ്കപാത എന്ന് പറഞ്ഞാൽ എന്തോ വലിയ കാര്യമാണെന്നാണ്. ഇത്ര സെൻസിറ്റീവായിട്ടുള്ള ഒരു മലയ്ക്ക് അടിയിലൂടെ അകത്തൂടെ ഒരു പാത നിർമ്മിച്ച് ട്രെയിൻ പോകുന്ന ഒരു പാത നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ആ ഭൂപ്രദേശം മുഴുവനും നശിപ്പിക്കുക എന്നതിൽ കവിഞ്ഞ്, അതായത് ഉരുൾപൊട്ടിയിട്ട് അതായത് വയനാട് മുഴുവനും അറബിക്കടലിലേക്ക് ഒലിച്ചു പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാക്കുകയല്ലാതെ ഒരു പ്രയോജനവും അതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നില്ല. കേരളത്തിൻ്റെ നന്മയോ അല്ലെങ്കിൽ വയനാടിൻ്റെ നന്മയോ ഒന്നും അതുകൊണ്ട്, ടൂറിസം വികസനമോ ഒന്നും അതുകൊണ്ട് നടക്കാൻ പോകുന്നില്ല. അപ്പം അതുപോലെയുള്ള പദ്ധതികളുണ്ട്. അതൊന്നുമല്ല നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ചർച്ച ചെയ്യുന്നത് ദുരന്ത നിവാരണത്തിന് വേണ്ടി ഈ ഫണ്ട് എങ്ങനെ വിനിയോഗിക്കും. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞത്. ഒരു നല്ല കമ്മിറ്റി ഫോം ചെയ്യുക, ആ കമ്മിറ്റിയെ നന്നായിട്ട് ഗവൺമെൻറ് സൂപ്പർവൈസ് ചെയ്യുക. ഗവൺമെൻറ്റിൻ്റെ അംഗങ്ങളും അതിനകത്തുണ്ടല്ലോ. പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങളും ഉണ്ടായിരിക്കുക. അംഗങ്ങൾ എന്ന് വെച്ചാൽ അത് പഞ്ചായത്ത് പ്രസിഡന്റ് പോലെയുള്ളവരായിരിക്കണം ഉള്ളത്. അങ്ങനെ കാര്യക്ഷമമായിട്ട് ഈ ഫണ്ട് വിനിയോഗിക്കേണ്ടത് എങ്ങനെയെന്ന് ആലോചിച്ച് ഒരു പൈസ പോലും പുറത്തു പോകാതെ നല്ലവണ്ണം ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ദുരന്ത ബാധിതരെ തീർച്ചയായും നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും. അവർക്കൊരു പുനർജന്മം തന്നെ നൽകാൻ പറ്റും. ആ തരത്തിൽ ഈ ഫണ്ട് വിനിയോഗിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതായത് ഗവൺമെന്റിന്റെ ഇഷ്ടത്തിന് വിട്ടാൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് ഒരുപാട് പൊഴിഞ്ഞു പോക്കുണ്ടാകും. അത് സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ശക്തമായ, അത് പ്രതിപക്ഷമൊക്കെ ശക്തിയായിട്ട് നിൽക്കണം. ഇപ്പോൾ ഗവൺമെന്റ് വിചാരിക്കുന്നത് ഈ ഉരുൾപൊട്ടൽ ഞങ്ങൾക്കൊരു ഒരു വജ്രായുധമാണ്. ഈ ആയുധം ഉപയോഗിച്ച് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് പിന്നെ ഇലക്ഷൻ വരുമ്പോൾ ഞങ്ങൾ അതിൽ മുന്നേറും. അതുപോലെ തന്നെ ലെജിസ്ലേറ്റീവ് ഇലക്ഷൻ വരുമ്പോൾ അതിൽ ഞങ്ങൾ മുന്നേറുമെന്നാണ് ഇപ്പോൾ ഗവൺമെന്റ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള പ്രക്രിയ നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ 5 സംസ്ഥാനങ്ങളിൽ പോയി ഗവൺമെന്റിന്റെ നേട്ടം എന്ത് നേട്ടമാണ് എന്നാണ് ഞാൻ അത്ഭുതം കൂറുന്നത്. അതായത് എന്താണ്, സിനിമാശാലകളിലൊക്കെ ഗവൺമെന്റിന്റെ നേട്ടം ഉയർത്തി കാണിക്കുന്ന ഷോകൾ കാണിക്കും. അതൊക്കെ നമുക്കറിയാം ഇങ്ങനെ വെറും ഷോകളാണ്. ഗവൺമെന്റിന് ഒരു നേട്ടവും എടുത്തു പറയാനില്ല. കേരളം അങ്ങ് അടിപ്പെട്ട് കിടക്കുകയാണ്. ആരോഗ്യ മേഖല സമയക്കുറവുള്ളത് കൊണ്ടാണ് ശ്രീ പത്മനാഭൻ, അവസാനമായി ഇത്തരം പ്രഹസനങ്ങളിൽ മാത്രം ഈ ദുരന്തവും ഒതുക്കാനുള്ള ശ്രമം തന്നെയാകുമോ? അല്ല, ഇതിലിപ്പോ എന്താ അറിയോ, ഇതിലിപ്പോ ഷാജഹാൻ വക്കീൽ പറഞ്ഞത്
കേന്ദ്ര സർക്കാർ BJP കേന്ദ്ര സർക്കാർ കൃത്യമായി മുന്നറിയിപ്പുകൾ കൊടുത്തിട്ടില്ലേ? വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവ് പറഞ്ഞില്ലേ, ആവർത്തിച്ചുള്ള നിർദ്ദേശങ്ങൾ അവഗണിച്ചിട്ടുണ്ട്. അവിടെ ടൂറിസം സോണ് പ്രഖ്യാപിച്ചിട്ടില്ല. എവിടെയൊക്കെ ടൂറിസം ആവാം, എവിടെയൊക്കെ ടൂറിസത്തിന് വേണ്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ആവാം, അത് തീരുമാനിച്ചിട്ടില്ല. എല്ലാ സ്ഥലത്തും ടൂറിസമാണ്. പിന്നെ ഇൻഹാബിറ്റേഷൻ, എവിടെയൊക്കെ ആളുകൾക്ക് താമസിക്കാം, പുതിയ പുതിയ സെറ്റിൽമെന്റ് എവിടെയൊക്കെ വരാം, എവിടെയൊക്കെ വരാൻ പാടില്ല, ഇതിന് ഒരു നിയന്ത്രണവും ഇല്ല. കാടിന്റെ അടുത്ത് പോയി വലിയ കോൺക്രീറ്റ് വീടുണ്ടാക്കുകയാണ്, അവിടെ തറ കീറിയിട്ട് കോൺക്രീറ്റ് ഇട്ടിട്ട്. പിന്നെ അതുപോലെ തന്നെ ക്വാറി, വയനാട്ടിലെ ക്വാറികളുടെ കാര്യത്തിൽ യാതൊരു നിയന്ത്രണവുമില്ല. ഞാനിപ്പോ ഒരു പേര് വീണ്ടും പറയാം, അമ്പലവയൽ. നിങ്ങൾ ശ്രദ്ധിച്ചു, ഇത് കേന്ദ്രം പറഞ്ഞ കാര്യമാണ്. ഫെഡറൽ സംവിധാനത്തിൽ കാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ള തീരുമാനം എടുക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരിനാണ്. അപ്പൊ സംസ്ഥാന സർക്കാർ സഹകരിക്കാത്തടത്തോളം കാലം കേന്ദ്രത്തിന്റെ സഞ്ജീവ് ഖന്ന കമ്മിറ്റി പഠനം നടത്തി കൊടുക്കുന്ന ആ കമ്മിറ്റി ആയിട്ട് തന്നെ സഹകരിക്കുന്നില്ല. എന്താ ചെയ്യുക പിന്നെ? അപ്പോ ഇതാണ് പല ശാസ്ത്രജ്ഞന്മാരും പല ചർച്ചയിലും പറഞ്ഞത്, മാൻമെയ്ഡ് ഡിസാസ്റ്റർ ആണ്, മനുഷ്യനിർമ്മിത ദുരന്തമാണെന്നാണ്. അപ്പോ കേന്ദ്ര സർക്കാർ കാലാകാലം കൊടുത്ത നിർദ്ദേശങ്ങൾ ഇതൊന്നും അനുസരിക്കാതെ, ഇപ്പൊ 23-ന് മഴ ഉണ്ടാവുമെന്ന് പറഞ്ഞു, 24-ന് മഴ ഉണ്ടാവുമെന്ന് പറഞ്ഞു, 25-ന് മഴ ഉണ്ടാവുമെന്ന് പറഞ്ഞു, 26-ന് ഉരുൾപൊട്ടൽ ഉണ്ടാവുമെന്ന് പറഞ്ഞു. എവറി ചാൻസ് ഓഫ് ലാൻഡ് സ്ലൈഡ് എന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അത് പാർലമെന്റിൽ പറഞ്ഞതിനാണ് ഇവിടെ ബഹളം. ഭൂപേന്ദ്ര യാദവ് സത്യം പറഞ്ഞതിനാണ് ബഹളം. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇവർക്ക് ഇതിലൊന്നും താല്പര്യമില്ല. താല്പര്യം വേറെ പലതിലുമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞ കാര്യത്തിലേക്ക് എത്താം. ഈ ചാൻസ് അവസാനത്തെ ചാൻസ് ആണ് CPM-നെ സംബന്ധിച്ചിടത്തോളം. ബംഗാൾ ഫോബിയ, ത്രിപുര ഫോബിയ ബാധിച്ചിരിക്കുകയാണ്. പോയാൽ ഇനി കിട്ടൂല. കാരണം പോയ സ്ഥലമൊക്കെ പോയി, ഗോൺ ഫോർ എവർ ആണ്. അപ്പൊ അതിനു വേണ്ടിയുള്ള, അത് ഭയന്നിട്ടുള്ള ഒരു വലിയ സാമ്പത്തിക സമാഹരണം, അതിനുവേണ്ടി എവിടെയൊക്കെ ടൂറിസം റിസോർട്ട് വേണോ അവിടെയൊക്കെ വന്നോളൂ, എവിടെയൊക്കെ കോറി വേണോ അതൊക്കെ വന്നോളൂ. ഇതാണ് നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി നാം അനുഭവിക്കുകയാണ്. ആ സാമ്പത്തിക സമാഹരണത്തിന്റെ ഭാഗമാണ്. എന്തായാലും സാധാരണക്കാരന്റെ ജീവനും ജീവിതവുമാണ് മണ്ണെടുത്തു പോയിരിക്കുന്നത്. അവന്റെ പുനരധിവാസത്തിനും ജീവനോപാധിക്കും വേണ്ടി തുക കൃത്യമായി വിനിയോഗിച്ചേ മതിയാകുകയുള്ളൂ. അത് ചോദ്യം ചെയ്യാനുള്ള അവകാശം സാധാരണക്കാരന് ഉണ്ട്. മനസാക്ഷിക്ക് നിരക്കുന്ന രീതിയിലുള്ള പുനരധിവാസം തന്നെയാണ് വയനാടൻ ജനതയും ആഗ്രഹിക്കുന്നത്. അതും അവരുടെ അവകാശമാണ്. ജനം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും നമസ്തേ.